അതായത് 2013 ദുർഗാഷ്ടമി ദിവസമാണ് ദേവി എനിക്ക് ദർശനം തരുന്നത്. ഇതാണ് എൻ്റെ രൂപം, നീ ഇതും ഇനി മുതൽ നീ ഇതാണ് പൂജിക്കേണ്ടതെന്ന് പറഞ്ഞു. നമ്മുടെ അകക്കണ്ണിൽ, അല്ലാതെ നമ്മുടെ കണ്ണിലേക്കൊന്നും അവരെ കാണാൻ പറ്റില്ല. കാരണം ഇവരെ കണ്ട നമ്മൾ കത്തിപ്പോവും. അപ്പോൾ ഇവർക്ക് കുശുമ്പായി. ഈ ആമ്പിള്ളേർക്ക് ഹൈസ്കൂളാണ്. ഇവരെന്ത് ചെയ്തു വെച്ചാൽ എല്ലാ ചുമരുമ്പലും എല്ലാം അതിൽ അഭിലായ് ലവ് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചു. പ്രശ്നങ്ങൾ, നെഗറ്റീവ് എനർജികളുടെ കൂത്തരങ്ങാണ് കേരളം. അതെ, സത്യമാണ്. കാരണം നമുക്ക് കാണുന്നത് മാത്രമേ നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ, കാണാത്ത ഒന്നിനും ആരും വിശ്വസിക്കുന്നില്ല. ടോക്ക് ഫ്രെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴും സംഗീതത്തെ വളരെയധികം സ്നേഹിക്കുന്ന, നമ്മളെല്ലാവരും ഗംഗാമ്മ എന്ന് വിശേഷിപ്പിക്കുന്ന ശ്രീമതി ഗംഗ സച്ചി ആണ് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. സ്വാഗതം ചെയ്യാം. നമസ്തേ. നമസ്കാരം ഗംഗാമ്മ. നമസ്തേ. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? നല്ല വിശേഷം. ഇപ്പം കേരളത്തിൽ ഞാൻ അറിയാലോ, മോൾക്ക് അറിയും എന്ന് വിചാരിക്കുന്നു, ഞാനൊരു പ്രൊഫഷണൽ ടാരോ റീഡറും കൂടിയാണ്. ആത്മീയപാതയിലേക്ക് വന്നിട്ട് കുറേ വർഷങ്ങളായി. ഒരുപാട് എന്ന് പറയുമ്പോൾ ഒരു 14 വർഷത്തെ ഒരു തപോബലം കൊണ്ടുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യുമ്പോഴും എനിക്ക് ഈ സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല, സംഗീതവും സാഹിത്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഉറങ്ങണ സമയത്ത് ഉറക്കത്തിലായിരിക്കും ഓരോ വരികൾ കിട്ടുക. 2021 ഞാൻ ആദ്യമായിട്ടല്ല, പക്ഷെ അതിന് മുമ്പേ ഞാൻ ഒരു കവിതാ മത്സരത്തിന് പങ്കെടുത്തു 2007. അപ്പം അതിന് മുമ്പ് ഞാൻ എഴുതിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ കവിതാ മത്സരത്തിന് പങ്കെടുത്തത് ഞാനൊരു ടൈലറിങ്, എനിക്ക് എല്ലാം ഞാൻ തന്നെ ചെയ്യണം, എന്താണ് സക്സസ് ആവുക. എനിക്കുള്ളത് സോപ്പാണെങ്കിലും ഫേസ് വാഷ് ആണെങ്കിലും, അതായത് ഞാൻ നല്ലൊരു ഓൺട്രപ്രണറാണ്. എനിക്ക് 56 ഹെർബൽ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ചെയ്യണില്ല. 2 വർഷം 2021 മുതൽ 2023 വരെ എനിക്ക് ഹെർബൽ പ്രൊഡക്റ്റ് നല്ല മേക്കിംഗ്, അതായത് അതിൻ്റെ എന്താ പറയുക, ഓൺട്രപ്രണറാണ്. അപ്പോൾ ഇതെല്ലാം മാനുഫാക്ചറിങ് ഒരു യൂണിറ്റ് എനിക്കുണ്ടായിരുന്നു. ഞാൻ തന്നെ കേട്ടോ എല്ലാം ഉണ്ടാക്കണതും സെയിൽ ചെയ്യണതും എല്ലാം ഞാൻ തന്നെയാണ്. എന്തൊക്കെ ഹെർബൽ പ്രൊഡക്ട്സ്? അത് സോപ്പ്, ഹെയർ ഓയിൽ, ഷാമ്പു, ഫേസ് വാഷ്, ഫേസ് ക്രീം, അങ്ങനെ 56 തരം ഹെർബൽ പ്രൊഡക്റ്റ്, അച്ചാറ്, അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടി, അങ്ങനെ വിവിധങ്ങളായ സ്ക്വാഷ്, അങ്ങനെ വിവിധങ്ങളായ വെറൈറ്റികളാണ്. അല്ലാതെ എല്ലാവരും ഉണ്ടാക്കണതല്ല. ഞാൻ എപ്പോഴും വെറൈറ്റി തിരഞ്ഞു പോകുന്ന ഒരാളാണ്. അപ്പോൾ അത് എൻ്റെ ഒരു കയ്യൊപ്പം അതിൽ പതിപ്പിക്കുക എന്നുള്ള രീതിയിൽ എല്ലാം വെറൈറ്റിയാണ് ചെയ്യുക. അപ്പോൾ എല്ലാം അങ്ങനെ ചെയ്യുമ്പോൾ ആത്മീയപാതയിലാണെങ്കിലും എനിക്കിതൊന്നും വിൽപ്പന ചരക്കാക്കി വയ്ക്കാൻ താല്പര്യമില്ലാത്ത കാരണം കൊണ്ട് ഇതൊന്നും ആരെ അറിയിക്കാതെ, എന്നാൽ കുറേ ആൾക്കാർ എന്നെ തേടി ഞാൻ എന്താണെന്ന് അറിയുന്ന ആൾക്കാർ, ഞാൻ അങ്ങനെയാണ്, എന്നെ അറിയുന്ന ആൾക്കാരാണ് എന്നിലേക്ക് അടുപ്പിക്കുള്ളൂ, അല്ലാത്തവരെ ഞാൻ റിജക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ എന്നെ തേടി വരുന്ന ആൾക്കാർക്ക് ചില സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമല്ലോ. അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോഴും എനിക്ക് ഒരു വരുമാനമില്ല. കാരണം എന്താ വെച്ചാൽ ഞാനിതിനൊന്നും വലിയ ഫീസോ വാങ്ങിയിട്ടോ അല്ല അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ചെയ്തിരുന്നില്ല. ആകെ എഴുതുക, ചിലപ്പോൾ ഒരു യന്ത്രങ്ങളൊക്കെ എഴുതി കൊടുക്കും എല്ലാവർക്കും. അപ്പോൾ ഒരു യന്ത്രം എഴുതിയുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് ഇനി അടുത്ത വർഷമല്ലേ ഒരു യന്ത്രം വേണ്ടുള്ളൂ. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നടത്താനുള്ള വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഹെർബൽ പ്രൊഡക്റ്റ് ഞാൻ നല്ല രീതിയിൽ ഒരു കാര്യം പഠിക്കണമെങ്കിൽ അതിൻ്റെ ആ പീക്കിൽ വരെ പോയി പഠിക്കും. പക്ഷെ സംഗീതം പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാനിതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സെയിലിന് പോവും. അതായത് ഈ മാളുകളിലേക്കൊക്കെ, അതുപോലെ തന്നെ എക്സിബിഷനുകളിലൊക്കെ പോവും. അപ്പോൾ ആ സമയത്ത് ഇതേപോലെ ഞാൻ 2007 ഞാനൊരു ടൈലറിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു ഓഫർ കിട്ടി. അത് നമുക്ക് ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ എൻ്റെ ടാലൻറ്റ് കണ്ടിട്ട് ടീച്ചർ പറഞ്ഞു, എന്തായാലും എൻ്റെ പേര് ശരിക്കും റെക്കോർഡിക്കൽ പേര് അഭില എന്നാണ്. അപ്പോൾ അഭില പോയിട്ട് പങ്കെടുക്കും മത്സരം. അപ്പോൾ ITA എന്നാണ് പോണത്. അപ്പോൾ ഞാൻ എംബ്രോയ്ഡറി പഠിക്കാനാണ് പോയി എടുക്കണത്, അല്ല തയ്യൽ പഠിക്കാൻ തന്നെ. അപ്പോൾ ഞാൻ പോയിട്ട് പങ്കെടുക്കാൻ പോയി. അപ്പോൾ കേളപ്പജി അന്ന് കേളപ്പൻ്റെ ഒരു സ്മൃതി ദിനത്തിനാണ് തോന്നുന്നു. അപ്പോൾ എന്നെ അവർ വിട്ടു, തൃശ്ശൂർ വന്നപ്പോൾ എൻ്റെ മോനന്ന് 6ാം ക്ലാസ്സിലേ പഠിക്കണുള്ളൂ, 12 വയസ്സാവണുള്ളൂ, 11 വയസ്സായിട്ടുള്ളൂ. അവനും കൂട്ടിയിട്ട് ഞാനിത് ഈ കവിത എഴുതാൻ വന്നു, കവിതാ മത്സരത്തിന്. അപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ 26 MA മലയാളം വിദ്യാർത്ഥികളാണ്. ഞാനാണെങ്കിൽ 10ാം ക്ലാസ്സും കുസ്തിയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അവിടെ വന്നപ്പോൾ ഞാൻ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു.
അപ്പോൾ 11 വയസ്സായി എൻ്റെ മോൻ പറഞ്ഞു അമ്മ എന്തായാലും വന്നതല്ലേ അമ്മ എഴുതാനിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ആരും വന്നിട്ടില്ല, പക്ഷേ എല്ലാവരൊക്കെ നോക്കുമ്പോൾ എല്ലാവരും എം എ മലയാളം വിദ്യാർത്ഥികളാണ്. അപ്പോൾ സെക്യൂരിറ്റിയും പറഞ്ഞു, തിരിച്ച് ഞാൻ ഗേറ്റ് വരെ എത്തി, തിരിച്ചു പോവുകയാണ്. സെക്യൂരിറ്റിയും പറഞ്ഞു നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട്, അന്ന് 30 കിലോമീറ്റർ വരണം തൃശ്ശൂർക്ക് വരാൻ, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ വന്നതല്ലേ, നിങ്ങൾ എന്തായാലും ഇരിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഇരുന്നു. ലാസ്റ്റ് ബെഞ്ചിലാണ് പോയിരുന്നത്, കാരണം എല്ലാവരും എം എ മലയാളം വിദ്യാർത്ഥികളാണ്. ലാസ്റ്റ് ബെഞ്ചിൽ പോയിരുന്നു. എൻ്റെ മോൻ പുറത്ത് നിൽക്കണുണ്ട്, 10-11 വയസ്സായി അവൻ പുറത്ത് നിൽക്കണം. പക്ഷെ അന്ന് വന്നൊരു സബ്ജക്റ്റ് തിരിച്ചു വരുന്ന മതാന്തത, ഇതാണ് എനിക്ക് തന്ന സബ്ജക്റ്റ് 2007 തിരിച്ചു വരുന്ന മതാന്തത. ഇത് ഞാൻ അങ്ങോട്ട് ഭംഗിയായിട്ട് എഴുതി. എവിടുന്നാണ് എനിക്ക് വരികൾ വന്നതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതെല്ലാവരും കൊടുക്കണ പോലെ ഞാനും കൊടുത്തു. പിന്നെ ഞാൻ പോന്നു. അങ്ങനെ ഞാൻ കാരണം എൻ്റെ വീട് പണി നടക്കുന്ന സമയം, അപ്പം ഞാൻ കൊടുത്തിട്ട് പോന്നു. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഫസ്റ്റ് പ്രൈസ് എനിക്കായിരുന്നു. അപ്പം എന്നിലുള്ള ടാലൻറ്റിനെ ഞാൻ കണ്ടെത്തിയെങ്കിലും കൂടി, പക്ഷെ അതിന് മുമ്പേ ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിലും ഞാനതൊന്നും ഫോക്കസ് ചെയ്യില്ല. കാരണം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മനോഹരമാണ്, പുരുഷന്മാരെ കൈയക്ഷരം പോലെ വളരെ മനോഹരമാണ്. അതുപോലെ ചിത്രം വരയ്ക്കും, നന്നായി എഴുതും. പാട്ട് പാടോ ചോദിച്ചാൽ ഡാൻസ് നന്നായി നൃത്തം ചെയ്യും. കാരണം ചെറിയ 5 വയസ്സിലാണ് ഏറ്റവും ആദ്യം സ്റ്റേജിൽ കയറുന്നത്. അപ്പം 5 വയസ്സിൽ സ്റ്റേജിൽ കയറുമ്പോൾ എൻ്റെ ചെറിയച്ഛൻ്റെ മോളാണ് എനിക്ക് ഡാൻസ് പഠിപ്പിച്ചു തരുന്നത്. എനിക്ക് കയറാൻ ആദ്യമായിട്ട് എനിക്ക് അന്ന് ഡഡാടി മമ്മി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട് പാടിയിട്ട് അങ്ങനെ. പക്ഷെ അന്നും ഫസ്റ്റ് പ്രൈസാണ്. 5 വയസ്സിൽ ആദ്യമായിട്ട് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് പ്രൈസാണ്. പഠിപ്പിച്ചെന്നാൽ അവൾക്ക് സെക്കൻഡ് പ്രൈസും. അങ്ങനെ മുതൽ ഞാൻ 10ാം ക്ലാസ്സിൽ ഇറങ്ങണ വരെ സ്റ്റേജ് ഷോക്ക് എല്ലാം സ്കൂളിൽ ഫസ്റ്റ് പ്രൈസാണ്. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ദേഷ്യമായിട്ട്, ഈ ആൺപിള്ളേർക്ക് ദേഷ്യമാണല്ലോ. ഒപ്പനയ്ക്ക് ഫസ്റ്റ് പ്രൈസ്, തിരുവാതിരക്കളിക്ക് ഫസ്റ്റ് പ്രൈസ്, അതുപോലെ എല്ലാ അഭിലാൻ പാർട്ടി എന്നാണ് എല്ലാവരും ഇങ്ങനെ അനൗൺസ് ചെയ്യാം. അപ്പോൾ ഇവർക്ക് കുശുമ്പായി, ഈ ആൺപിള്ളേർക്ക് ഹൈസ്കൂളാണ്. ഇവരെന്ത് ചെയ്തു വെച്ചാൽ എല്ലാ ചുമരുമ്മലും എല്ലാം അതിൽ അഭിലായ് ലവ് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചു, എല്ലാവരുടെയും എഴുതി വെച്ചു. ഞാനതിൻ്റെ നേരം വിളിച്ചും പിറ്റേ ദിവസം സ്കൂളിൽ നോക്കുമ്പോൾ എല്ലാവരുടെയും അഭിലായ് ലവ്. ഞാനും കുട്ടികളും എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് എല്ലാം നടന്ന് മാച്ചു. പക്ഷേ ഒരു നമ്മുടെ വലിയ മതിലാണ് ചാവക്കാട് സ്കൂളിൻ്റെ വലിയ മതിലാണ്. ഈ വലിയ മതിലിൽ ഇവന്മാർ വെണ്ടയ്ക്ക അക്ഷരത്തിലും എന്നൊക്കെ എന്നെ കാട്ടി നീളുണ്ട് ഒക്കെ. അങ്ങനെ ഇവർ അഭിലായ് ലവ് എന്ന് എഴുതി വെച്ചു. ഞാൻ നടന്നു പോകുമ്പോൾ ഇതാണ് കാണുന്നത്, ഈ അഭിലായ് ലവ്. മനസ്സിലിത്തിരി വിഷമം തോന്നി അത് കണ്ടിട്ട്. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ അച്ഛനോടും അമ്മയോടും ആരെങ്കിലും അറിയിക്കും. ഞാൻ നിൽക്കുന്നത് ഹോസ്റ്റലിലാണ്. 87 അങ്ങോട്ടാണ് ഈ സംഭവം, 88. അന്നത്തെ കാലത്ത് അറിയാലോ. ഞാനിത് വിഷമിച്ച് ഇതിങ്ങനെ കണ്ടിട്ടാണ് ഈ ഹോസ്റ്റലിലേക്ക് നടന്നു പോകണത്. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് കണ്ടുപോകണത്. ഭയങ്കര വിഷമിച്ചിട്ട് രാത്രിയെല്ലാം ഇത് മാത്രം ചിന്ത, എങ്ങനെയാണ് ഞാനത് പോയി മയക്കുക. കാരണം ഇത് ഗ്രൗണ്ടിന്റെ നടുക്കല്ലേ മതില്, പോയി മയക്കുമ്പോൾ ഇവന്മാരെല്ലാരും കൂക്കി വിളിച്ച് എൻ്റെ പിറകെ വരുമല്ലോ എന്നുള്ള പേടിയില് ഇതെങ്ങനെ വന്ന് ഞാൻ രാത്രി മയക്കും. ഞാൻ ചിന്തിക്കണത് ഈ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ട് ഞാൻ രാത്രി ഇതെങ്ങനെ മയക്കും എന്നുള്ള ഇതാണ്. പക്ഷെ വളരെ ഒരു സംഭവം ഉണ്ടായത്, ഇൻസിഡന്റ് ഉണ്ടായത് ഞായറാഴ്ച. അന്ന് ഗുരുവായൂർ, അന്ന് മുഖ്യമന്ത്രി നമ്മുടെ കരുണാകരൻ വന്നിട്ട് തൊഴണ ഈ ഹെലികോപ്റ്റർ ഇറങ്ങിയത് ചാവക്കാട് സ്കൂൾ ഗ്രൗണ്ടിലാണ്. ഈ പുള്ളിക്കാരനെ ഇറങ്ങിയിട്ട് ഈ ഫ്രണ്ടിലേക്ക് എടുത്ത ഈ ഹെലികോപ്റ്റർ വന്നിട്ട് മുമ്പിലുണ്ടായിരുന്ന ഈ മറ്റൊരു മരം ഉണ്ടല്ലോ, ഈ ഒരു തരം മദ്രാസിപ്പഴമായിട്ടൊരു തരം സ്കൂളിലൊക്കെ ഉണ്ടാവുന്ന ഒരു മരം ഉണ്ടല്ലോ, ഈ മരത്തിലിടിച്ചിട്ട് ഈ മതിൽ പോയി ഇടിച്ചു. തിങ്കളാഴ്ച വരുമ്പോൾ മതിലും ഇല്ല, പേരും ഇല്ല. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ ആ മതിൽ പൊക്കി കെട്ടിയിട്ടും പിന്നെ പൊങ്ങിയിട്ടില്ല മതില്. അപ്പൊ ഇങ്ങനെ ഞാൻ എവിടെ പോയാലും എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടാറുണ്ട്. അതായത് നൃത്തത്തിലാണെങ്കിലും എഴുത്തിലായാലും എനിക്ക്. അതുപോലെ പഞ്ചായത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ പങ്കെടുക്കും. അത് വയസ്സ് നോക്കാറില്ല. ഒരു കഴിഞ്ഞ 14 വർഷമായിട്ട് ഞാൻ ഈ ആത്മീയ പാതയിൽ വന്നിട്ട് ഈ 14 വർഷങ്ങൾക്ക് മുമ്പേ വരെ പഞ്ചായത്തിൽ അതായത് കവിതാ രചന, കവിതാ പാരായണം, അതുപോലെ നാടോടി നൃത്തം, അതുപോലെ ഈ എന്താ പറയാ സിനിമാറ്റിക് എന്ന് പറയുമ്പോൾ ക്ലാസിക്കൽ, ഇതെല്ലാം ഫസ്റ്റ് പ്രൈസ് ഞാനാ കൊണ്ടുവരാം. അങ്ങനെ ഇത് എങ്ങനെ വന്നു ചോദിച്ചാൽ ഞാൻ അതൊന്നും പഠിക്കാൻ പോയിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും അന്ന് സാമ്പത്തികം ഇല്ലാത്ത കാരണം കൊണ്ട് ഇവർക്ക് എന്നെ നൃത്തം പഠിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ നൃത്തം പഠിപ്പിക്കാന്ന്. കാരണം അന്ന് നല്ല കുട്ടിയാണ് കാണാൻ. അപ്പം മുടിയൊക്കെ തോന്നെ ഗംഭീര മുടിയൊക്കെ കാണാൻ വളരെ ഭംഗിയായിട്ടുള്ള. അയ്യോ, അന്നത്തെ ഒരു അംശം ഇന്നില്ല മോളെ. കാരണം അന്ന് പറയുമ്പോൾ
വളരെ സുന്ദരിയായ കുട്ടിയാണ്. അപ്പോൾ എൻ്റെ ആ ശാരീരിക പ്രകൃതി കണ്ടപ്പോൾ എൻ്റെ അച്ഛൻ്റെ മോഹമാണ് എന്നെ ഡാൻസ് പഠിപ്പിക്കണമെന്ന്. പക്ഷെ കയറിയ സ്റ്റേജിലെല്ലാം സമ്മാനം കൊണ്ടുവരിക എന്നുള്ള ആ വാശിയാണ് ഈ പിള്ളേരെ കൊണ്ട് ആൺപിള്ളേരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇതെൻ്റെ രക്തത്തിൽ ഒരു പക്ഷെ അലിഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ അതിൻ്റെ പാതയിലൊന്നും പോയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതെല്ലാം നിർത്തിയിട്ട് പിന്നെ ഞാൻ കുടുംബശ്രീ അന്ന് 2000-ലാണ് കുടുംബശ്രീ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണത്. അന്നൊന്നും കുടുംബശ്രീ എന്നുള്ള സംവിധാനം ഇല്ല. അതായത് 99 കുടുംബശ്രീ എന്നല്ല, സ്വയം സഹായ സംഘമാണ്. അതായത് നമ്മൾ ഈ കൂട്ടായ്മ ഉണ്ടല്ലോ, അന്ന് സ്വയം സഹായ സംഘമാണ്, SHG എന്ന് പറയാം. അത് മലപ്പുറത്ത് രൂപീകരിച്ച പിറ്റത്തെ വർഷമാണ് ഞാൻ 10 സ്ത്രീകളെ വെച്ചിട്ട് കുടുംബശ്രീ ഉണ്ടാക്കണത്. പക്ഷെ ഇവരാരും കുടുംബശ്രീയിലേക്ക് വരില്ല. ഒന്ന് നിന്നാൽ ഒന്ന് കൊഴിയും. അങ്ങനെ 10 എണ്ണത്തിനെ പിടിച്ച് രജിസ്റ്റർ ചെയ്യാൻ ഞാൻ 1 വർഷം എടുത്തു. കാരണം അന്ന് കുടുംബശ്രീ എന്നുള്ള കൂട്ടായ്മ എന്നുള്ള ഒരു ബോധമുള്ള കാലമല്ല. അങ്ങനെ അതിന് വേണ്ടിയിട്ട് പേര് ഞാൻ തന്നെ ഇട്ട പേര് സ്നേഹദീപം എന്നാണ്. ഈ സ്നേഹദീപം എന്നുള്ള പാട്ട് ഞാൻ എഴുതി. അപ്പം ഈ എഴുതണത് അവിടെ 1 മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉദ്ഘാടനം വെച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പേഴ്സിനെല്ലാം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും അവിടെ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ മൾബറി കൃഷി ചെയ്യണ സമയമാണ്. അപ്പോൾ അവരെല്ലാവരും അവിടെ ഇരുന്നിട്ട് ഇത് ഒരുക്കണ സമയത്ത് ഞാൻ ഇപ്പുറത്ത് ഇരുന്നിട്ട് ഈ പാട്ട് എഴുതി ട്യൂൺ ചെയ്യുക. അപ്പോൾ അതിൻ്റെ പാട്ട് അമൃതരൂപിണി ദേവി ജഗത്മയി വാണി സരസ്വതി തവ ജയ ഹേ വാണി സരസ്വതി തവ ജയ ഹേ. അഷ്ടപതി പാടി ഞാൻ നിൻ പാദ പൂജയ്ക്കായി കാൽക്കൽ തെളിക്കുന്നു സ്നേഹദീപം. ഇങ്ങനെയാണ് എഴുതുന്നത്. കാരണം ആ സ്നേഹദീപം എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. അപ്പൊ ഈ സ്നേഹദീപത്തിൽ തന്നെ വരണല്ലോ. അങ്ങനെ ഞാന് കമ്പോസും ചെയ്തോ? അപ്പൊ തന്നെ ഈ എഴുതുമ്പോ തന്നെ ഇടുന്നുണ്ട്. എഴുതുമ്പോ തന്നെ വരും. എഴുതുമ്പോ വരും. അല്ലാതെ ഇത് എഴുതി വെച്ചിട്ട് പിന്നെ ഇടുന്നതല്ല. എഴുതുമ്പോ തന്നെ എനിക്ക് വരും. അപ്പൊ ഞാൻ ആ ഒരു വരിയാണ് ആദ്യം എഴുതുന്നത് 2011 ഇതിന്റെ ഈ എന്താ പറയാ 10ാമത്തെ വർഷത്തിനാണ് ആദ്യമായിട്ട് ട്യൂൺ ചെയ്തിട്ട് ഒരു പാട്ടിടുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഏകദേശം 100-200 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ 5 എണ്ണം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ ലാസ്റ്റ് പാട്ട് നമ്മുടെ മധു ചെയ്തത്, ലാസ്റ്റ് അല്ല 5ാമത്തെ പാട്ടാണ് ഇപ്പോൾ നമ്മുടെ മധു ബാലകൃഷ്ണൻ ചെയ്തത്. ബാക്കിയുള്ളത് വേറെ കുട്ടികളാണ് 2 പാട്ട് പാടിയേക്കണം. ഒരു പാട്ട് ഞാൻ തന്നെ പാടിയേക്കുന്നത്. അത് മൂകാംബിയെ കുറിച്ചിട്ടാണ്. തൃശ്ശൂരാണ് നമ്മളെ ആ പാട്ടുകളെല്ലാം തൃശ്ശൂരാണ് എഡിറ്റ് ചെയ്തത്. കൃഷ്ണനെ കുറിച്ചൊരു കുറിച്ചൊരു പാട്ട് ഇതിന്റെ നീലക്കടമ്പിന്. അത് ഒരു അസാധ്യ പാട്ടാണ്. അത് മോൾക്ക് ഞാൻ അതെ. എനിക്ക് തോന്നണത് ഒരു രാത്രിയാണ് എന്റെ ചെവിയിൽ ഇത് കേട്ടത്. പക്ഷെ ആ രാത്രി എന്റെ ഹസ്ബൻഡിനെ ഞാൻ വിളിച്ചുണർത്തിയിട്ട് എനിക്കിങ്ങനെ പാട്ട് വരുന്നുണ്ട്, വരിയും വരുന്നുണ്ട്, ട്യൂണും വരുന്നുണ്ട്, അപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞു. വേഗം അദ്ദേഹം വേഗം എണീറ്റിട്ട് പുള്ളി ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട്, കാരണം ഈ ഈണങ്ങളും വരിയും ഒപ്പം വരും, അല്ലാതെ എഴുതി വെച്ച് കുറെ കാലം കഴിഞ്ഞിട്ട് അതിന്റെ ഈണിടുന്നതല്ല. അപ്പൊ അങ്ങനെ ആ ഫോണിൽ ഞാൻ അപ്പം റെക്കോർഡ് ചെയ്ത് വെക്കും. അതുപോലെ ആരും കേൾക്കാത്തൊരു വരിയാണ് വിഷുവിന് അന്ന് തരികയാണ്. അതായത് 2020 വിഷുവിന് ഗുരുപവനേശ്വര രാധാകൃഷ്ണ ഗുരുവായൂരിലെ പൊൻതിടം പഴകേ ആലിവോറും നിൻ മുഖകമലത്തിൽ ആലിവോടെ ഞാൻ നോക്കി നിന്നു. അടുത്ത വരി എന്താന്ന് എനിക്കറിയില്ല, എപ്പോഴാ തരുന്നു അപ്പൊ ഞാൻ എഴുതി വെക്കും. അപ്പൊ ഈണക്കോടും കൂടിയിട്ടാ വരിക. അപ്പൊ ഒരു പാട്ട് എത്ര ദിവസം എടുക്കും അതിന്റെ വരികൾ ഫുള്ളായിട്ട് കിട്ടാൻ? അല്ല, ചിലത് ഇപ്പൊ നമ്മുടെ ദുഃഖങ്ങൾ തേടി നിൻ കാൽപാദം തഴുകാൻ, അങ്ങനെ ആ പാട്ടിന്റെ വരി എൻ്റെ കയ്യൊന്ന് സ്കിപ്പായി, ഞാൻ ഒന്ന് വീണിട്ട് സ്കിപ്പായി. അപ്പോൾ 9 ദിവസം കഴിഞ്ഞ പ്രതിഷ്ഠാ ദിനാണ്. അപ്പോൾ സ്കിപ്പായപ്പോൾ ഇങ്ങനെ ബാഗ് ഇട്ടു എല്ലാം ഒന്ന് ഇങ്ങനെ. അതായത് ഞാനൊരു പരിഹാരത്തിന് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നാൽ മതി, അവരുടെ എല്ലാ ബുദ്ധിമുട്ടും എനിക്കാവും തുടങ്ങും. അപ്പോൾ പരിഹാരം നാളെ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇന്ന് ഞാൻ വീണു, എൻ്റെ എല്ലാം ഇവിടെ കയറി. അപ്പം എനിക്ക് ടാരോ വായിക്കാൻ പറ്റില്ല, ഷഫിൾ ചെയ്യാൻ പറ്റില്ല, കൈ ഇളകാൻ പറ്റില്ലല്ലോ. അപ്പം ആ 3 ദിവസം ഞാൻ ആർക്കും ടാരോ റീഡിങ് ചെയ്യണില്ല. അപ്പം ഞാൻ ആ സമയത്താണ് ഈ പാട്ട് എൻ്റെ ചെവിയിൽ ഇങ്ങനെ കേൾക്കുക, വൈദ്യടക്ക കേൾക്കണത്.
അപ്പോൾ ആ പാട്ടിൻ്റെ വരി അങ്ങനെ ആയിരുന്നില്ല, വേറെ വരിയായിരുന്നു. പക്ഷെ ആ വരി എനിക്ക് തോന്നി ഇതല്ല ഇത് ആപ്റ്റായ വരി അല്ലെങ്കിൽ ആപ്റ്റായ ട്യൂണ്. വരിയും വ്യത്യാസം ഉണ്ടായിരുന്നു, ട്യൂണും വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ഒരു മുക്കിൽ അവിടെ പണി നടക്കുന്നുണ്ട്, വീട്ടിൽ അമ്പലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീടൊന്നുമില്ല, സത്യം പറഞ്ഞാൽ വീടൊന്നും ആയിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ഇരുന്നിട്ട് അടുത്ത എന്താ ഈ പാട്ട് കുഞ്ഞുട്ടിയമ്മയ്ക്ക്, കുഞ്ഞുട്ടിയമ്മ എന്നാണ് എല്ലാവരും ഈ ബാലദുർഗനെ വിളിക്കുക. എല്ലാവരും ഒരു കുട്ടിയിട്ട പേരാണ്, പക്ഷെ അത് കുഞ്ഞുട്ടിയമ്മയ്ക്ക് ദേവിക്ക് ഇഷ്ടമായപ്പോൾ ആ പേരിൽ തന്നെയാണ് നമ്മൾ അറിയപ്പെടുന്നത്, കുഞ്ഞുട്ടിയമ്മക്കാവ് തന്നെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വേണമെന്ന് ആ നേരത്തെ എൻ്റെ ചെവിയിൽ എല്ലാ 12 വരികളും എൻ്റെ ചെവിയിൽ എനിക്ക് അപ്പം തന്നെ കിട്ടി, അപ്പം തന്നെ ട്യൂൺ വന്നു. അപ്പം നമ്മളുടെ ടാരോ റീഡിങ്ങിന് വേണ്ടിയിട്ടൊരു ചാലക്കുടി എന്നുള്ള ഒരു വൃന്ദ ടീച്ചർ, മ്യൂസിക് അധ്യാപികയാണ്. അപ്പോൾ ഞാനിത് അയച്ചു കൊടുത്തു, എൻ്റെ ട്യൂണും വരി അയച്ചു കൊടുത്തു. എനിക്കിങ്ങനെ ഒരു പാട്ടുണ്ട്, ഇതൊന്ന് ഒരു പാടാൻ ഒരു ആപ്റ്റായ ഒരാളെ വേണം പറഞ്ഞു. അങ്ങനെ അത് മെയിൽ വോയിസ് ആണ്, ഒരാൺകുട്ടിയാണ്. അതാണ് ഞാൻ മോൾക്ക് അയച്ചത്. ആ പാട്ട് അങ്ങനെയാണ് അന്ന് കിട്ടിയത്. അതായത് 20 മിനിറ്റ് ആകെ എടുത്തിട്ടുള്ളൂ. ആദ്യ വരി മുന്നേ കിട്ടി, പക്ഷെ അത് 4 വരി. പിന്നെ ഞാൻ അതിന്റെ പിറകെ പോയില്ല, അത് എന്തേലും ആവട്ടെ എപ്പോഴേലും തരട്ടെ എന്ന്. പക്ഷെ ബാക്കിയുള്ള 8 വരി ഉണ്ടല്ലോ, ആ 8 വരി ഇരുന്നിരിപ്പിന് ഉണ്ടാക്കിയതാണ്, സംഗീതം അപ്പം തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഞാൻ ചില നേരത്ത് ചിലപ്പോൾ അർദ്ധരാത്രിക്കൊക്കെ ആവും, രാത്രി 2 മണിക്കൊക്കെ ആവും വരികൾ കിട്ടുക. ഈ നീലക്കടമ്പ് അങ്ങനെ കിട്ടിയതാ. അങ്ങനെ ഏകദേശം 200-ൽ പരം കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ 5 ഞാൻ തന്നെയാണ് ചെയ്തു വെച്ചേക്കണത്. അതില് ഇനി ഒരു നമ്മുടെ ഉത്രാളിക്കാവിൽ അമ്മ കേട്ടിട്ടുണ്ടല്ലോ മോള്, കേരളത്തിൽ മധ്യ കേരളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഉത്രാളിക്കാവ്. അവിടേക്ക് ഉള്ളത് ഒരു പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവിടേക്ക് വേണ്ടിയിട്ട് 9 കീർത്തനങ്ങൾ എഴുതി വെച്ചു. പക്ഷെ അതന്ന് മ്യൂസിക്കായിട്ട് ഇറക്കാൻ, ആൽബമായിട്ട് ഇറക്കാൻ ആരും തയ്യാറാവാത്ത കാരണം കൊണ്ട് അതെന്റെ അവിടെ ഇരുന്നു. പിന്നെ അതിപ്പോഴും വെളിച്ചം കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നി 9 പാട്ടും ഇറങ്ങാത്തതിന്റെ കാരണം ഒരു പക്ഷേ ഒരു ഗണപതി കീർത്തനം ഇല്ലാത്തതിന്റെ ഒരു കുറവാകുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഗണപതി, അതാണ് ഈ തുമ്പങ്ങൾ തീർക്കണേ, അത് ഫുള്ള് വരി കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അപ്പോൾ 9 പാട്ടില് 8 പാട്ട്, ഒരു പാട്ട് ഗണപതിയും 8 പാട്ട് ദേവിക്കുമാണ്. കുറെ ഉണ്ട് അതില്. പിന്നെ എനിക്കിങ്ങനെ തോന്നും ഇരുന്നിട്ട്, ഇപ്പൊ പിന്നെ അതിനൊന്നും സമയമില്ലാതെ മുൻമുഴുവല് നിക്കുക. എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ പാട്ട് പഠിക്കണം എന്നുള്ളത്? അതിലും വലിയ കഥയാ. അതായത് പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടാ, എനിക്കത് ഭയങ്കര ഇഷ്ടാ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, മധു ഗംഗയെ പാടിപ്പിച്ച പോലെ എനിക്ക് ഈ വരി അത് ഞാൻ എപ്പോഴും കേൾക്കും. മണിച്ചിത്രത്താഴ് ആ വരി മാത്രമേ കേൾക്കുള്ളൂ. അതുപോലെ ഈ ഗംഗയെ മധുവിന്റെ വോയിസിൽ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ പാട്ട് എനിക്കിത് പഠിക്കണം, എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അതുപോലെ നൃത്തം പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പഠിച്ചില്ലല്ലോ. അപ്പം നൃത്തം പഠിക്കാനും സംഗീതം പഠിക്കാനും കൂടി പുള്ളി എന്നെ കൊണ്ടുപോയി ഒരു ടീച്ചറുടെ അടുത്ത് കൊണ്ടാക്കി. ഏകദേശം കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ വർഷം 2022 അങ്ങനെ ഞാൻ എന്നെ കൊണ്ടാക്കാറ പതിവ്, കൊണ്ടാക്കും. അപ്പൊ ഈ മാപത അത് സ്വരങ്ങൾ പഠിക്കണല്ലോ, ഇത് പഠിക്കണം എന്നുണ്ടെങ്കിൽ. പഠിക്കാത്ത ഞാൻ ഇങ്ങനെ പാടുന്ന ടീച്ചർ അത്ഭുതപ്പെട്ടു. എനിക്ക് ഞാൻ പറഞ്ഞ എന്റെ ശബ്ദത്തിൽ തൈറോയ്ഡുള്ള കാരണം എനിക്കിതൊന്നും പിച്ചിൽ കയറി പാടാൻ പറ്റും. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം പാട്ട് പഠിക്കണം, ഈ മാപത അതെങ്കിലും പാടണം എന്നുള്ള വെച്ചിട്ട് അങ്ങനെ പോയിട്ട് എന്നെ കൊണ്ടയാക്കാൻ വേണ്ടി കൊണ്ടയാക്കി. അപ്പോൾ നൃത്തം പഠിക്കാൻ പറ്റാത്തവരുണ്ട്. ഒന്നില്ല കുച്ചിപ്പുടി, ഭരതനാട്യത്തിന് എന്തായാലും എൻ്റെ ശരീരം വഴങ്ങില്ല, കാരണം 2 സിസേറിയനാ, പിന്നെ യൂട്രസ് റിമൂവലും. അപ്പം 3 എണ്ണം ഒരു കീറി മുറിക്കൽ കാരണം കൊണ്ട് കുരിശ് അരച്ച പോലെ എൻ്റെ വയറുമ്മ ഉള്ളത്. അപ്പം അത് കാരണം കൊണ്ട് ഭരതനാട്യം എന്തായാലും എനിക്ക് പറ്റില്ല. മറ്റേ മോഹിനിയാട്ടം പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചു. കൊണ്ടയാക്കി 3 ആഴ്ച ദക്ഷിണൊക്കെ കൊടുത്ത്, 2 ആൾക്കും ദക്ഷിണൊക്കെ കൊടുത്തു. 2 ടീച്ചർമാരാ, നൃത്തം പഠിപ്പിക്കാൻ ഒരു ടീച്ചർ, പാട്ട് പഠിക്കാൻ മറ്റൊരു ടീച്ചർ. അപ്പോൾ സ്വരങ്ങള് ആദ്യത്തെ ഒരു മറ്റേ 7 ഇതൊക്കെ ഉണ്ടല്ലോ, മറ്റേ എന്താ പറയുക ജതികൾ, അത് 2, 3, 4 ക്ലാസ് കഴിഞ്ഞു. 4ാമത്തെ 5ാമത്തെ ക്ലാസ്സിന് വേണ്ടി പോവാ. 5ാമത്തെ ക്ലാസ്സിന് വേണ്ടി പോകുമ്പോൾ അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോകണം സ്കൂട്ടർ എടുത്തിട്ട്. ഞാൻ എപ്പോഴും സ്കൂട്ടർ എടുത്തിട്ട് കഴിഞ്ഞ 2011 മുതൽ വണ്ടി ഓടിക്കണതാ. വളച്ച് ഒരു താഴത്തേക്ക് ഇങ്ങോട്ട് പോകണ നേരത്ത് വളച്ച് ഒരു വീട്ടിലേക്കാ വീണു. ഒരു കുണ്ടിലുള്ള വീട്ടിലേക്ക് ഞാനും വണ്ടിയും കൂടി ആ കിടക്കണം. ആ വീഴ്ചയില് ഞാൻ എല്ലാവരും വിചാരിച്ചു എനിക്ക് എന്തൊക്കെയോ പറ്റി, കാരണം വണ്ടി എൻ്റെ മേലും, കാരണം കുഴിയിലേക്കാ വീണേക്കണത്. എന്തോ ഭാഗ്യത്തിന് എനിക്കൊന്നും പറ്റിയില്ല. അപ്പൊ എനിക്ക് തോന്നി ഇതിന് ഞാൻ പോണ്ട, കാരണം ഞാൻ പാട്ട് പഠിച്ചിട്ട് വലിയ സംഗീതാധ്യാപികയൊന്നും ആവാൻ പോണില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു തിരിച്ച് ഞാൻ കാലും ഒന്ന് ഉറഞ്ഞു, അത്രേ ഉണ്ടായുള്ളൂ. തിരിച്ച് ഞാൻ അതേ സ്പീഡിൽ വീട്ടിലേക്ക് തന്നെ വന്നു. അങ്ങനെ 4 ക്ലാസ്സിന് പോയി. മോഹിനിയാട്ടം പഠിക്കണം എന്നുള്ളത്, മോഹിനിയാട്ടത്തിന് 3 ക്ലാസ്സും
പിന്നെ സംഗീതത്തിന്റെ 4 ക്ലാസ്സിനും പോയി. ഇതാണ് സംഗീതമായിട്ടുള്ള ബന്ധം. പക്ഷെ നന്നായിട്ട് പാടുന്നുണ്ട്. അല്ല, അതൊരു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ മോളെ, നമുക്ക് ഇതെല്ലാം ഈ ടാലന്റ് വരുന്നത് നമ്മുടെ ബോഡിയിൽ കിടക്കണ ഒരു എനർജി ഉണ്ടാവും. എന്തായാലും നമ്മൾ ആരും ഒന്നും പുതിയതായിട്ട് പഠിക്കണില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതെല്ലാം നമ്മളിലുണ്ട്, പ്രപഞ്ചബോധത്തിലുണ്ട്. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് പ്രപഞ്ചബോധം എന്ന് പറയണത്. അവിടെ എല്ലാം ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് മുത്തേതാ, പവിഴേതാ, രത്നേതാന്ന്, പേളേതാന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവരിക മാത്രമേ വേണ്ടൂ. അപ്പൊ ഇത് എന്റെ ബോഡിയിലുണ്ടാവും. എനിക്ക് വേണ്ടത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. സോപ്പ് ഉണ്ടാക്കണു, ഷാമ്പു ഉണ്ടാക്കണു എന്നൊക്കെ പറഞ്ഞ പോലെ എനിക്കിപ്പോ ഇത്രയും പാട്ട് ഞാൻ അവിടെ ഉണ്ടാക്കിയത് ഒരു പക്ഷെ എനിക്ക് ആവശ്യം മാത്രമേ വേണ്ടുള്ളൂ എന്ന് വെച്ചിട്ടായിരിക്കും. നമുക്ക് വേണ്ടത് നമ്മളിലുണ്ട്. അത് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം മാത്രമില്ല. നമ്മൾ ഓടാണ്, പുറത്താണ് തിരയണത്. പുറത്ത് നമ്മളിലേക്ക് തിരയണില്ല. നമ്മൾക്ക് എല്ലാവർക്കും അസാധ്യ കഴിവുകളുണ്ട്. ഇതെവിടെ കണ്ടെത്തി വളർത്തിയെടുക്കണോ അവിടെയാണ് ആ മനുഷ്യൻ പൂർണ്ണതയിലെത്തണത്. അല്ലാതെ കണ്ടെത്താൻ നമ്മൾ തോന്നും ഗുരുവിനെ തേടി അലയണ ഒരുപാട് പേര്. ഞാനും അലഞ്ഞിട്ടുണ്ട് ഗുരുക്കളെ തേടിയിട്ട്, ഗുരുക്കന്മാരെ തേടിയിട്ട് ഓരോന്നിനും. പക്ഷെ ഇതെല്ലാം എന്നിലുണ്ട്. ഞാൻ തന്നെയാണ് വഴികാട്ടിന്ന് തിരിച്ചറിഞ്ഞു കൊടുത്ത് ഞാൻ ആ തെരച്ചിൽ നിർത്തി. പിന്നെ എന്നിൽ എന്നെ കണ്ടെത്താനുള്ള യാത്രയായിരുന്നു. ഇതൊരുപാട് സ്പിരിച്വൽ യാത്രകൾ നടത്തി. അപ്പം ഞാൻ ധ്യാനത്തിലിരിക്കുന്നു. ഇപ്പം ഈ സ്പിരിച്വൽ ഇതിലേക്ക് വന്നേ പിന്നെ 2013 ഒരു അവിടെ നിന്ന് ഇങ്ങോട്ട് എൻ്റെ പാത്ത് ഒന്ന് വേറെ ചേഞ്ചായി എന്ന് പറയില്ല. അതുവരെ ഒരു സാധാ വീട്ടമ്മ. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പിന്നെ വേറെ ലോകത്തിലേക്ക്, നമ്മൾ മറ്റൊരു വേൾഡിലേക്ക് പോവുക പറയില്ല. 14 ഡയമെൻഷൻ ഉണ്ടെന്നാണ് പറയണം നമ്മളുടെ വേൾഡിൽ. അതിൽ മറ്റൊരു സ്പിരിച്വൽ പാത്തിലേക്ക് ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഓരോ നിർദ്ദേശങ്ങൾ ഇങ്ങനെ കിട്ടും. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞില്ലേ മോളെ, ഞാൻ ബിസിനസ്സിന് ഇറങ്ങിയെന്ന് പറഞ്ഞില്ലേ. അപ്പം എനിക്ക് എനർജി ഉണ്ടായിട്ടും അല്ലെങ്കിൽ മറ്റൊരാളെ ഹീൽ ചെയ്യാനുള്ള പവർ ഉണ്ടായിട്ടും ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് ഇതൊന്നും മറ്റൊരാളെ അറിയിക്കണതോ ഞാളും ബഹളമൊന്നും എനിക്ക് ഇഷ്ടമല്ലാത്ത കാരണം കൊണ്ടാണ്. എനിക്ക് കുറേ ആൾക്കാർ വരിക, അവർ തിരക്കൂട്ടുക, ബഹളം വയ്ക്കുക, ഒരു ആശ്രമാന്തരീക്ഷം അല്ലെങ്കിൽ പിന്നെ പബ്ലിസിറ്റി ആവുക, ഫേമസ് ആവുക, ഇതൊന്നും ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ ഇന്ന് എല്ലാവരും അറിയപ്പെടാൻ തുടങ്ങിയത് ഈ ടാറ് മലയാളത്തിൽ ഉണ്ടാക്കിയ കാരണം കൊണ്ട് മാത്രമാണ്. അത് മറ്റുള്ളവരെ അറിയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മീഡിയയ്ക്ക് മുമ്പിൽ വന്ന ഒരാളാണ്. ഇല്ലെങ്കിൽ എന്നെ ഒരാളും അറിയാൻ പോകണില്ല. കാരണം ഇത് ഞാൻ അറിഞ്ഞാൽ മതി എന്ന് ചേട്ടിരിക്കുന്ന ഒരാളാണ്. ബഹളം ഇപ്പോഴും ഞാൻ ആരും കാണാൻ അനുവാദം കൊടുക്കാറില്ല. കാരണം എന്താണെന്നറിയോ, ഇത് കുറേ ആൾക്കാർ തള്ളി കയറ്റി വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാനൊന്നും ഞാൻ ആഗ്രഹിക്കില്ല. അപ്പം ഞാനിങ്ങനെ ഇരിക്കണ നേരത്ത് അപ്പം ദേവി എന്നോട് പറയും, അതായത് എനിക്കുള്ളതിന് ഞാൻ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയും. അപ്പം ഞാൻ ദൈവോട് ചോദിക്കുകയാണ്, ഞാൻ ഇത്രയും പവറായിട്ട് ഇരുന്നിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് എനിക്ക് എന്തുകൊണ്ട് വരണമെന്നാണ് എൻ്റെ ചോദ്യം. കാരണം ഞാൻ സമ്പത്തിന് വേണ്ടിയിട്ടോ സമൃദ്ധിക്ക് വേണ്ടിയിട്ടോ ഞാൻ ഒന്നും ചെയ്യണില്ലല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കണം. അപ്പം ഞാൻ എന്തായാലും ഹെർബൽ മേഖല, എനിക്ക് സോപ്പ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ട്രാൻസ്പെറൻറ്റ്. അപ്പം അത് ഞാൻ പോയി പഠിച്ചു. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ കണ്ണാന്ന് വിളിക്കുക. എനിക്ക് ആ ഒരു വിളിയിൽ ഞാൻ എല്ലാ സമർപ്പണത്തോടു കൂടിയിട്ടാണ് വിളിക്കുക. കണ്ണാന്ന് വിളിക്കുക. പേരും വിളിക്കില്ല, ചേട്ടാന്ന് വിളിക്കലൊന്നുമില്ല, കണ്ണാന്ന് വിളിക്കും. പുള്ളിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ ഒരുപാട് വിചാരിച്ചു എന്ത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഒരുപാട് കാര്യങ്ങൾ അറിയാം. പക്ഷെ അത് നമുക്ക് എങ്ങനെ ഗുണം ചെയ്യും, അതാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെയാണ് ഹെർബൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അതായത് നമ്മൾ ഒരു യൂണിറ്റ് ഉണ്ടാക്കി, മാനുഫാക്ചർ യൂണിറ്റ്. അപ്പം ഞാൻ ആ സോപ്പ് പറയുമ്പോൾ ഹെർബൽ എന്നുള്ള രീതിയിൽ ട്രാൻസ്പെറൻറ്റ് എല്ലാവർക്കും അറിയില്ല. ഗ്ലിസറിൻ സോപ്പ് പോലത്തെ ഈ പിയേഴ്സ് പോലത്തെ അത് എല്ലാവർക്കും അറിയില്ല. പക്ഷെ ഞാൻ അതാ പഠിച്ചത്. അത് പഠിച്ചിട്ട് പിന്നെ അതിലുള്ള റിസർച്ച് പോലെയായി. ഇപ്പം ടാറ് ചെയ്ത പോലെ തന്നെ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ്. വാഴയില നീരുകൊണ്ട് സോപ്പ്, ചക്ക കൊണ്ട് സോപ്പ്, എല്ലാം വെറൈറ്റികൾ മാത്രമാണ്. എന്ത് ചെയ്യാനും പറ്റാത്തതാണ് ഞാനെടുത്ത് ചെയ്ത്. ഇതൊക്കെ എനിക്കൊരു യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അബീസ് ബസലി പറഞ്ഞിട്ട് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിലെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വെറൈറ്റി സോപ്പുകളാണ് അതിലെല്ലാം. അപ്പൊ ഇത് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് എനിക്ക് തോന്നി, മറ്റുള്ളവർക്ക് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഞാൻ അതിന് സോപ്പ് മാത്രമായാൽ നമുക്ക് എക്സിബിഷന് പോയ സോപ്പ് മാത്രം എല്ലാവരും വാങ്ങണമെന്നില്ല. കാരണം 10 രൂപ കൊടുത്താലും സോപ്പ് കിട്ടും. 100 രൂപ, എന്റെ സോപ്പിന് 100 രൂപയാണ്. മോള് വരികയാണെങ്കിൽ 10 രൂപയുടെ സോപ്പ് തിരഞ്ഞെടുക്കും, 100 രൂപയുടെ സോപ്പ് തിരഞ്ഞെടുക്കും. അതാണ് ഈ പ്രശ്നം. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു, അടുത്ത പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. ഇങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഇതെല്ലാം ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് മറ്റൊരാൾക്ക് ഹ്യൂമൻ ബോഡിയിൽ ടച്ച് ചെയ്ത പ്രശ്നമില്ലാത്ത രീതിയിൽ വേണം നമ്മളിത് മേക്ക് ചെയ്യാൻ. അങ്ങനെ ഞാൻ എന്നിൽ തന്നെ പരീക്ഷണം നടത്തും, എൻ്റെ ഹസ്ബൻഡിൽ പരീക്ഷണം നടത്തി ഏറ്റവും നല്ല കൂട്ടാണ് ഞാൻ ഉണ്ടാക്കിയതാക്കുക. അത് ഹെർബൽ ഓയിൽ വരെ. അതൊക്കെ ദേവിയാണ് എനിക്ക് മറന്നു. ഈ ഹെർബൽ ഓയിലിന്റെ പേര് എനിക്കും മരുന്ന് പറഞ്ഞത് ഇതിലുള്ള എനർജിയാണ് കേട്ടോ. അല്ലാതെ ഇത് ഞാൻ പുറത്തു പോയി പഠിച്ചല്ല. അത് നല്ല റിസൾട്ടുള്ള ഓയിലായി മാറി. പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ സമയമില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. അപ്പൊ ഇതിങ്ങനെ ആയേക്കുമ്പോൾ
നല്ല രീതിയിൽ ഞാൻ മേക്കിംഗ് തുടങ്ങി. അപ്പോൾ എനിക്ക് അത്യാവശ്യം വരുമാനമായി. വലിയ വലിയ ആൾക്കാരുടെ, അതായത് നോർത്തിലേക്ക്, ബോംബെ, ഗുജറാത്ത്, ചെന്നൈക്ക് അയക്കാൻ തുടങ്ങി. അയച്ചിട്ട് അവർ ലാബ് ടെസ്റ്റ് ചെയ്തപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് പറഞ്ഞിട്ട് അവരെനിക്ക് ഓർഡർ തന്നു. ഈ ഓർഡർ തരുമ്പോൾ GST ഒക്കെ എടുക്കണം. GST ഒക്കെ എടുത്ത് ഒരു പേരൊക്കെ ഞാൻ വെച്ച് കമ്പനി എന്നുള്ള നെയിമിൽ തുടങ്ങി. പക്ഷെ എന്താ കുഴപ്പമെച്ചാൽ ഇവിടെ നമുക്കൊരു ലാബ് വേണമെങ്കിൽ 10 ലക്ഷം രൂപയോളം വേണം. ഒരു ലാബ് ഫെസിലിറ്റിയിലാണ് നമുക്ക് ഹെർബലായാലും കെമിക്കലായാലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത്രയും പൈസ ഇറക്കിയിട്ട് ഞാനിത് നഷ്ടത്തിൽ ഓടിയിട്ട് കാര്യമില്ല. കാരണം വലിയ വലിയ കമ്പനികളാണ് ഇവിടെ, കമ്പനികളോട് നിൽക്കുമ്പോൾ നമ്മൾ ഈ പട്ടിക്കാട്ട് കിടന്നിട്ട് ഈ കുഞ്ഞതിന് വേണ്ടി ഇറങ്ങിയ അത് എഫേർട്ടാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രം ഉണ്ടാക്കാൻ തുടങ്ങി ഞാൻ. പക്ഷെ അപ്പോഴും ഞാൻ വേറൊരു ആലക്കുടിയിലൊരു കമ്പനിയായിട്ട് അവരുടെ ലാബിൽ പോയിട്ട് ഹെർബൽ ഷാമ്പു ഞാൻ കയറ്റി അയച്ചായിരുന്നു. ഇപ്പോഴും എനിക്ക് ഹെർബൽ ഷാമ്പൂന് ഓർഡർ ഉണ്ട്. പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റണില്ല. കാരണം മുടി നല്ല ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂട്ടായിട്ടുള്ള ഒരു ഹെർബൽ ഷാമ്പു എനിക്ക് കൊടുക്കാൻ പറ്റാത്ത കാരണം ഞാൻ പറഞ്ഞു എനിക്ക് തരാൻ സമയമില്ല. കാരണം എല്ലാം ഹാൻഡ് മെയ്ഡാണ്. ഹാൻഡ് മെയ്ഡിന് ഒരുപാട് ഇതോളുണ്ടല്ലോ. അപ്പം പിന്നെ ഞാൻ അതിൽ നിന്നിട്ട് ഞാൻ നിർത്തി. വെച്ചാൽ എനിക്ക് സാധിക്കില്ല. കാരണം രാത്രിയും പകലും ഒക്കെ പാക്കിംഗ് എല്ലാം മാനുവലാണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. 2500 ഓർഡറൊക്കെ സോപ്പ് വന്നാൽ നിറയെ ഉണ്ടാക്കിയിട്ട് ഇത് പാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഭയങ്കര ടഫാണ്. അപ്പം എനിക്കത് മടുപ്പ് തോന്നി തുടങ്ങി. കാരണം എഫേർട്ട്. അങ്ങനെ ഞാനിങ്ങനെ ഇരുന്നിട്ട് ദേവിയോട് ഇങ്ങനെ ചോദിക്കും, എന്താ ഞാൻ ഇനി അടുത്തത് ചെയ്യേണ്ടത്? കാരണം ഈ ടഫുള്ള പിടിച്ച് ഇത് ശ്വസിക്കുമ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ ചുമ തുടങ്ങി, ഇങ്ങനെ ഒരു ചെറിയ ഇത്. അപ്പം എനിക്ക് തോന്നി ഇത് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് അത് നിർത്തുന്നത്. പിന്നെ ഞാനിങ്ങനെ അപ്പോഴും സൈഡിൽ കുറേശ്ശെ പോയായിരുന്നു. എൻ്റെ ചെലവിനും വീട്ടു ചെലവിനൊക്കെ കൂടി സൈഡിൽ ചെയ്തിരുന്നു. അപ്പം പിന്നെ ഞാനിങ്ങനെ ധ്യാനത്തിൽ ഒരു ദിവസം എന്നും ധ്യാനത്തിലിരിക്കും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അമ്പലത്തിൽ കയറി പൂജാ റൂമിൽ കയറി ധ്യാനത്തിലിരുന്നിട്ട് പിന്നെ അടുത്തേനെ ഇറങ്ങുള്ളൂ. അപ്പോൾ ധ്യാനത്തിലിരിക്കണ നേരത്ത് ഞാനിങ്ങനെ ദേവിയോട് ചോദിച്ചു. അപ്പോൾ ദേവി മറുപടി പറഞ്ഞു, എന്നിലുള്ള എനർജി മറുപടി പറഞ്ഞു, നിന്നിലിരിക്കണത് ചോക്കുമലയാണെങ്കിൽ നീ തേടി ചോക്ക്, നിന്നിലിരിക്കണ ചോക്ക് മലയാണ്, പക്ഷെ നീ തേടി പോണ ചോക്കാണെന്ന് പറഞ്ഞത്. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. അതായത് നിന്നിലുള്ള സാരാംശത്തെ നീ കണ്ടെത്തുക എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചത് എന്തുട്ടാണ് ഇനി എൻ്റെ കയ്യിൽ ഇനി കണ്ടെത്താൻ കിടക്കണം. അങ്ങനെ എന്നോട് പറഞ്ഞു, നീ ഒരു യാത്ര പോകും. അപ്പോൾ യാത്ര പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ എൻ്റെ പൈസ ഇല്ല. കാരണം പറഞ്ഞ സ്ഥലങ്ങൾ ഓരോ ആധാരചക്രങ്ങളുണ്ട് നമ്മുടെ ബോഡിയിൽ. നമ്മൾക്കറിയാലോ, ഇപ്പം ചക്ര മെഡിറ്റേഷനൊക്കെ കേരളത്തിൽ തലങ്ങും വിലങ്ങും ഉണ്ട്. അപ്പം ഞാനൊരു മാഷയുടെ അടുത്തുനിന്ന് പഠിച്ചിട്ടല്ല കേട്ടോ ഒന്നും ആർക്കും കൊടുക്കണത്. ഞാൻ പഠിച്ചതെല്ലാം സ്വയം പഠിച്ചുള്ളതാണ്. സോപ്പിൻ്റെ അതിൻ്റെ എന്താ പറയുക ഇത് പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു ഫോർമുല ഉണ്ടാവുമല്ലോ, സോപ്പും ഷാമ്പൂ ഒക്കെ ഫോർമുല ഞാൻ പോയി പഠിച്ചിട്ടുണ്ട് ലാബിൽ. അല്ലാതെ ഞാൻ ചെയ്യണ സാധനങ്ങളും ചില ആൾക്കാരുണ്ട് 100 ഗുരുക്കന്മാരുടെ അടുത്ത് പോയി പഠിച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്നാക്കിയിട്ട് മറ്റുള്ളവർക്ക് പഠിപ്പിക്കണ ഒരു സമ്പ്രദായം. ഞാനത് ചെയ്യില്ല. എനിക്ക് കിട്ടിയതാണ് ഞാൻ ചെയ്യുക. അത് ഞാൻ അനുഭവിച്ചതാണ്. അപ്പൊ എനിക്കത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞാൻ ഇന്നതാണ് പഠിച്ചത്, എനിക്ക് നിങ്ങൾക്ക് ഇന്നത് തരാൻ പറ്റുന്നത് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അപ്പൊ ഇത് ഞാനിങ്ങനെ ധ്യാനത്തിലിരിക്കുമ്പോൾ, അപ്പൊ എന്നും ധ്യാനത്തിലിരിക്കണ പോലെ അന്നും ധ്യാനത്തിലിരുന്നു. ധ്യാനത്തിലിരിക്കുമ്പോൾ ഒരാധാരചക്രങ്ങളാണ് പറയണത്. അതായത് മൂലാധാരം, അത് എൻ്റെ വീടാണ് മൂലാധാരം. അപ്പോൾ അടുത്തത് പറയണത് സ്വാധിഷ്ഠാന ചക്രം. അപ്പൊ വായുതത്വ ജലതത്വമാണ്. അപ്പൊ അത് എവിടേക്ക് എന്ന് ചോദിച്ചപ്പോ അതായത് കടൽക്കരയിലുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രം, ഇങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ ഓരോ തത്വങ്ങൾ പറഞ്ഞിട്ട് സഹസ്രാരം വരെ എന്നോട് ഓരോ ഇത് പറഞ്ഞു. അങ്ങനെ ഞാനും ഹസ്ബൻഡോട് ഒരു യാത്ര തിരിക്കാൻ പൈസയൊന്നുമില്ല. പക്ഷെ ആ നേരത്തെ എനിക്ക് പോവാനുള്ള പൈസ ഇങ്ങോട്ട് വേണമെന്ന് ചോദിച്ചു വന്നു. അപ്പോൾ ലോണാണ്. അപ്പോൾ ലോൺ എടുത്തിട്ട് യാത്ര തിരിച്ചു. അപ്പോൾ അവസാനം ഋഷിയേശിൽ പോയി ഇറങ്ങിയിട്ട് ഇനി ദൈവോട് ചോദിക്കും ഇനി അടുത്ത എവിടേക്ക് പോകണം. അപ്പോൾ ഡീകോഡ് ചെയ്ത് എടുക്കണം അപ്പോൾ ഞാൻ രുദ്രാക്ഷം ഒന്നും ഇട്ടില്ല. മറ്റേത് എപ്പോഴും രുദ്രാക്ഷം കഴുത്തിലുണ്ടാവും. ഈ പാട്ട് ഇങ്ങനെ ആയ കാരണം കൊണ്ട് റെക്കോർഡിംഗ് ഒക്കെ ഉള്ള കാരണം കൊണ്ട് ഞാൻ രുദ്രാക്ഷം ഇട്ടു. അപ്പോൾ രുദ്രാക്ഷം എന്നാണ് കാണിച്ചത്. അത് രുദ്രപ്രയാഗിലേക്ക് എത്തി. രുദ്രാക്ഷം കണ്ടപ്പോൾ ഋഷിയേശിന്ന് രുദ്രപ്രയാഗിലെത്തി. രുദ്രപ്രയാഗിൽ നിന്ന് ഇനി എവിടേക്ക് പോകണം ചോദിച്ചപ്പോൾ കേദാർനാഥ് പോകാൻ പറഞ്ഞു. അങ്ങനെ കേദാർനാഥ് പോയിട്ട് ആദ്യം രുദ്രാക്ഷം കിട്ടുന്നത് എനിക്ക് കേദാർനാഥ് എന്നാണ്. കാരണം എന്നോട് പറഞ്ഞു, നിനക്ക് അവിടെ പോയാൽ നീ ഒരു ഗുരുവിനെ കാണും പറഞ്ഞു. ഒരാളെ കാണും, ഗുരുവിനെന്നല്ല ഒരാളെ കാണും. അത് കണ്ണിന് കാഴ്ചയില്ലാത്ത ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾ ഞാൻ ചെന്നിറങ്ങിയ വശം തന്നെ എൻ്റെ മുന്നിൽ കൂടെ പാസ് ചെയ്തു. ഒരു വയസ്സായൊരു അപ്പൂപ്പൻ പാസ് ചെയ്തു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് പറഞ്ഞെന്ന ആളല്ലേ ഈ പോണത്. അപ്പോൾ ആൾ പോയി. ഞാനും ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾ തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് തന്നെയാണെന്ന് എനിക്കറിയില്ലല്ലോ. ആൾ പോയി. വൈകുന്നേരമായപ്പോൾ ഞാൻ ദീപാരാധന എല്ലാം കഴിഞ്ഞ് തൊഴുതിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെ വരിവരിയും നിൽക്കണം. ഇങ്ങനെ ഇവർ കുറച്ച് പേര് ഇങ്ങനെ വൃദ്ധരായ സന്യാസികൾ. ഞാൻ പോയി തൊഴാൻ നേരത്ത്
ഈ വൃദ്ധനായ ഈ സന്യാസി ഈ അങ്ങനെ ഒരു നമ്മൾ നാഗസന്യാസി അല്ല, പക്ഷെ അദ്ദേഹം ഒരു ആളെടുത്ത് പോയി ഞാൻ തൊഴുതപ്പോൾ ആളെ എനിക്ക് എടുത്തുന്നത് രുദ്രാക്ഷ. അപ്പൊ ആദ്യമായിട്ട് രുദ്രാക്ഷ എനിക്ക് കിട്ടണത് കേദാർനാഥ് എന്നാണ്. അപ്പൊ എന്നോട് എനിക്ക് കിട്ടിയ നിർദ്ദേശം നീ അവിടെ പോ എന്നാണ്. അവിടുന്ന് മുതൽ രുദ്രാക്ഷം ഞാൻ അവിടുന്ന് പിന്നെ എനിക്ക് 2 മുകളുടെ രുദ്രാക്ഷം കിട്ടി, പഞ്ചമുഖ രുദ്രാക്ഷം കിട്ടി. അപ്പോൾ ആദ്യം കിട്ടുന്നത് അവിടുന്ന് പഞ്ചമുഖ രുദ്രാക്ഷമാണ്. പിന്നെയാണ് എനിക്ക് 2 മുകളുടെ രുദ്രാക്ഷം, അതായത് ശിവശക്തി രുദ്രാക്ഷം കിട്ടുന്നത്. അതും ഒരു വലിയ കഥയാണ്. അങ്ങനെ എനിക്ക് പിന്നെ അങ്ങനെ യാത്ര തിരിച്ചപ്പോൾ അപ്പൊ ടാരോ പഠിക്കണ സമയമാണ്. 3 ആഴ്ച ആയിട്ടുള്ളൂ, 4ാമത്തെ ആഴ്ച ടാരോ പഠിക്കണുള്ളൂ. പക്ഷെ മാഷോട് പറഞ്ഞില്ല യാത്ര പോവുകയാണെന്ന്. പക്ഷെ പകുതി എത്തിയപ്പോൾ, ഡൽഹിയിൽ എത്തിയപ്പോൾ വിളിച്ചു പറഞ്ഞു, സാറേ ഞാനൊരു ആത്മീയ യാത്രയിലാണ്. അപ്പൊ എവിടെ കുട്ടി? ഞാൻ ഡൽഹിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഡൽഹിയിൽ നിന്നാണ് ഞാൻ ഫ്ലൈറ്റ് കയറിയിട്ട് അങ്ങോട്ട് പോയത്. പിന്നെ തിരിച്ചു വന്നപ്പോൾ എന്നോട് അപ്പൊ എൻ്റെ കൂടെ ടാരോ പഠിക്കുന്നുണ്ടായിരുന്നു ആ ബാച്ചിലോ മാഷയുടെ കൂടെ. അപ്പൊ ആ കുട്ടി പറഞ്ഞു, അമ്മ ഒരു ഓറക്കൽ കാർഡ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിതൊന്നും ഉണ്ടാക്കാൻ സാധിക്കുന്നു എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ. അമ്മ ശ്രമിച്ചു നോക്കൂ. അപ്പോൾ അവൾ യെസ് ഓർ നോ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് വേണമെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ ദേവിയോട് ചോദിച്ചപ്പോൾ ദേവി പറഞ്ഞു, നീ 51 അക്ഷരദേവതകളെ വെച്ചിട്ടുള്ള ഓറക്കൽ കാർഡ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ഇനി ഓറക്കൽ കാർഡ് ഉണ്ടാക്കിയ പോലെ 51 അക്ഷരദേവതകളും കിട്ടണ്ടേ. അങ്ങനെ 51 അക്ഷരദേവതകളെ പേര് കിട്ടിയപ്പോൾ പിന്നെ ഇതിന് അർത്ഥം കണ്ടെത്തണ്ടേ. അപ്പോൾ ധ്യാനത്തിലിരുന്നിട്ട് ഇങ്ങനെ അർത്ഥം കണ്ടെത്തിയിട്ടാണ് 51 അക്ഷരദേവത നിവേദ്യം എന്നുള്ള കാർഡ് ആദ്യമായിട്ടുണ്ടായത്. ഇത് പറയാനാണ് എല്ലാ മീഡിയയുടെ മുമ്പിലും വന്നത്. അപ്പൊ ആത്മീയ കുറിച്ചിട്ട് പറയാൻ വേണ്ടി വന്നതല്ല. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പരസ്യം കൊടുത്തിട്ടല്ലേ ഞങ്ങൾ നിങ്ങളെ വിളിക്കണമെന്ന്. അതായത് എല്ലാവരും ഇപ്പൊ അങ്ങനെ വിൽപ്പന ചരക്കായി മാറുന്ന കാലാണ്. അതായത് നമ്മുടെ ഉണ്ടെങ്കിൽ അത് വിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് അഭ്യാസം കാട്ടിയിട്ട് ആരെയും കുറ്റപ്പെടുത്തല്ല. പക്ഷെ എനിക്കിതൊന്നും പുറത്തു വരാൻ താല്പര്യമില്ലാതെ ഞാൻ അകത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അത് കാരണം നമ്മുടെ സറണ്ടർ എന്താ പറയാ, നമ്മുടെ ആ സറൗണ്ടിങ്സിലേക്ക് ഒരാൾ കയറി വരുന്നത് പോലും എനിക്കിഷ്ടമല്ല. കാരണം ഇഷ്ടമല്ലാത്തതെന്ന് വെച്ചാൽ ഞാൻ എനർജിയിലിരിക്കുമ്പോൾ എനിക്കൊരു സുഖം ഉണ്ടല്ലോ. മറ്റൊരാളുടെ എനർജി വരുമ്പോൾ അവൻ്റെ ദുരിതങ്ങളായിട്ട് അവൻ കയറി വരും. ഇവ ഹീൽ ചെയ്ത് പോകും, അത് അവനറിയുന്നില്ല. ആ വരണ ആൾ ഹീൽ ചെയ്ത് പോണത് ആ വ്യക്തി അറിയില്ല, പക്ഷെ എനിക്കറിയാം അവർ ഹീൽ ചെയ്ത് പോയി എന്നുള്ളത്. പിന്നെ ആ നെഗറ്റീവ് എല്ലാം എനിക്ക് അട്രാക്കും. ഇപ്പോൾ മോളെൻ്റെ മുമ്പിൽ ഇരിക്കണത് എന്ത് മനസ്സോടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എൻ്റെ ഹീലിങ്ങിലാണ് മോളിരിക്കുന്നത്, എൻ്റെ എനർജിയിൽ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നിശബ്ദമായിട്ട് ഇവിടെ വന്നു ചെയ്യാനുള്ളത് തിരിച്ചു പോവുക. അത് പബ്ലിസിറ്റിയും പരസ്യങ്ങളും ആൾക്കാരും കൂട്ടങ്ങളും ഇതൊന്നും നമുക്ക് ഇഷ്ടമല്ലാത്ത കാരണം കൊണ്ട് ഈ ചെറുപ്പം മുതല് ദേവിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ അതെങ്ങനെയാ വെച്ചാല് അത് അതിലും വലിയൊരു കഥയാണ്. വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ മതിലിടിഞ്ഞ് വീണു എന്നുള്ളത് ഞാനൊരു ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിച്ചത്. അപ്പം ചെറിയ കുട്ടിയാകുമ്പോൾ എനിക്കറിയില്ല എൻ്റെ കൂടെ ദേവി ഉണ്ടെന്ന്. പക്ഷെ 4 വയസ്സിൽ എനിക്കൊരു തീപ്പൊള്ളലേറ്റിട്ടുണ്ട്. ആ തീപ്പൊള്ളലേറ്റപ്പോൾ എൻ്റെ വസ്ത്രങ്ങളെല്ലാം കത്തിപ്പോയി, പക്ഷെ എനിക്കൊന്നും സംഭവിച്ചില്ല. അങ്ങനെ 4 വയസ്സിൽ വന്നിട്ട് എൻ്റെ കൂടെ കൂടിയതാണെന്ന് പിന്നീട് അറിഞ്ഞത്. കാരണം ഈ ഹോസ്റ്റലിൽ പോകുമ്പോൾ ഏകദേശം ഒരു 10-25 കുട്ടികൾ പനി പിടിച്ചിട്ട് പോയിട്ടുണ്ട്. ഇതെല്ലാം ഗംഗാമ്മ തള്ളു പറയാന്ന് വിചാരിക്കും, അല്ല യാഥാർത്ഥ്യമാണ്. എങ്ങനെ പനി പിടിക്കണമെന്ന് വെച്ചാൽ ഈ എനർജി വരുമ്പോൾ അവർക്ക് അത് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അതായത് എന്നിലേക്കാണ് ഈ വരണത്. എന്നെ എപ്പോഴും രാത്രി പ്രൊട്ടക്റ്റ് ചെയ്യും, വളരെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതിപ്പോഴും അതെ, എപ്പോഴും അതെ. രാത്രിയാണ് ഭയങ്കര പ്രൊട്ടക്റ്റഡാണ് ഞാൻ. അപ്പം ഇത് രാത്രിയാകുമ്പോൾ ഞാൻ ബാലികല്ലേ, എനിക്കറിയില്ലല്ലോ ഇത് എൻ്റെ കാണാൻ വരുന്നുണ്ടെന്ന്. ഈ രാത്രി ഇത് എൻ്റെ അടുത്ത് വരുമ്പോൾ ഇവരാരെങ്കിലും എണിച്ചിട്ട് ഇതിനെ കാണും, പേടി പിടിക്കും, പനി പിടിക്കും, കറിഞ്ഞിട്ട്. അങ്ങനെ 22 കുട്ടികൾ, ഞാൻ ഏകദേശം 5 വർഷം കൊണ്ട് 22 കുട്ടികൾ ആ ഹോസ്റ്റലിൽ നിന്ന് പോയിട്ടുണ്ട്. കാരണം നമുക്ക് കാണുന്നത് മാത്രമേ നമ്മൾ വിശ്വസിക്കണുള്ളൂ, കാണാത്ത ഒന്നിനും ആരും വിശ്വസിക്കണില്ല. അങ്ങനെ കഴിഞ്ഞു ഇത് ഞാൻ അറിയണില്ല. ഞാൻ എങ്ങനെ അറിയണമെങ്കിൽ എൻ്റെ കൂടെ പഠിച്ച ആ ഹോസ്റ്റലിൽ പഠിച്ചൊരു പെൺകുട്ടിയുണ്ട്. ഒരു ദിവസം ഞാൻ ജോലിക്ക് പോവുകയാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും അറിഞ്ഞിട്ടും 2013 കിട്ടിയിട്ടും 2014 ഞാനൊരു ജ്വല്ലറിയിൽ കളക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് ജോലിക്ക് പോകണം. ഫീൽഡ് വർക്കാണ്. ഏകദേശം ഒരു 200-2000 വീട് ഒരു മാസം ഉണ്ട്. അപ്പോൾ 200 വീട് ഞാൻ ഒരു ദിവസം കളക്ഷൻ എടുക്കണം. അപ്പം കളക്ഷന് വേണ്ടി ഞാൻ പോണ നേരത്ത് ഒരു ഭൂമിയിൽ ചവിട്ടിയത് എനിക്ക് ദേവിയുടെ എനർജി ഫീൽ ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ ആരും ഇല്ലേ ചോദിച്ചു ഞാൻ. അപ്പോൾ എന്നോട് ചോദിച്ചു ആരാ അത് ചോദിച്ചു. അപ്പം ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ഇവൾ എൻ്റെ കൂടെ പഠിച്ച പെൺകുട്ടിയാണ്. അപ്പം ഒരേ ക്ലാസ്സിലല്ലെങ്കിലും ബാച്ച് ഒന്നൊക്കെ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു നീയാണോ ഇവിടെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്കിവിടെ ദേവിയുടെ എനർജി ഫീൽ ചെയ്യുന്നുണ്ട്, നീ അത് കൊണ്ടുപോയി ഒന്ന് കാണിച്ചായോ എന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു നിനക്കതെങ്ങനെ മനസ്സിലായി ചോദിച്ചു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ പറയാം, നീ ഒന്ന് കാണിച്ചായോ പറഞ്ഞു. അങ്ങനെ ഇവരെന്നെ കൊണ്ടുപോയപ്പോൾ ഇത്ര ഉയരത്തിൽ ദേവിനെ തറ കെട്ടിയിട്ട് ഇരുത്തിയിട്ടുണ്ട്. തറ കെട്ടിയിട്ട് ഇരുത്തിയേക്കുമ്പോൾ ദേവിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു
മുഖം മറയ്ക്കണ്ടെന്ന് പറഞ്ഞു. മുഖം അങ്ങനെ പട്ട് വെച്ചിട്ട് മറച്ച് അവരുടെ പുനഃപ്രതിഷ്ഠ നടക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ അമ്പലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഇങ്ങോട്ട് മാറ്റിയിട്ട് ബാലാലയത്തിൽ ഇരുത്തിയേക്കാണ്. അതൊരു തറയിൽ ഓലൊക്കെ മേഞ്ഞ് മുഖത്ത് പട്ടൊക്കെ വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം തൊട്ടപ്പുറത്ത് വിളക്കും കത്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ ദേവിയുണ്ട്, പിന്നെ ഏതോ 2 വിഗ്രഹങ്ങൾ അപ്പുറം പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ ദേവി വാൽക്കണ്ണാടിയിലാണ്. അപ്പം ഞാൻ പറഞ്ഞു മുഖം മറയ്ക്കണ്ട എന്ന്. അപ്പം ആ കുട്ടി പറഞ്ഞു ഇത് എന്താ പറയുക, പൂച്ച കയറുന്ന കാരണം കൊണ്ട് മുഖം മറച്ചതാണ്. അപ്പോൾ വിളക്കിന്ന് തീ പിടിക്കില്ലേന്ന് ഞാൻ ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു 5 വർഷമായിട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ ഓ ശരി. അപ്പം ഞാൻ ഇങ്ങനെ ജോലിയാണ്, നിൻ്റെ വീട്ടിൽ കളക്ഷൻ എടുക്കാൻ വന്നതാണ്. അപ്പോൾ ഇവരെ വീട്ടിൽ നിന്ന് കളക്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ മാസമാണ് ഞാൻ ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ ഇവരെ കണ്ടുപിടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ കളക്ഷൻ തന്നിട്ട് ഞാൻ പോകുമ്പോൾ എൻ്റെ നമ്പറും കൊടുത്തിട്ട് പോയി. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ ഇത് മൊത്തം കത്തിപ്പിടിച്ചു. അപ്പോൾ ഇവള് പറഞ്ഞു നീയാണ് ഞങ്ങളെ അന്ന് പേടിപ്പിച്ചിരുന്നില്ലേ എന്ന് ചോദിച്ചു. അതായത് ഇവളുടെ 2 പെൺകുട്ടികളും അതേ ഹോസ്റ്റലിൽ തന്നെ പഠിച്ചത്. അതായത് എൻ്റെ ഒപ്പം പഠിച്ച ആ പെൺകുട്ടിയുടെ 2 പെൺകുട്ടികളും അതേ ഹോസ്റ്റലിൽ തന്നെ പഠിച്ചത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടേ ഇല്ല. ഞാൻ നിൽക്കണ ആ സമയത്ത് 5 വർഷങ്ങൾ 22 കുട്ടികൾ പനി പിടിച്ച് പോയത്. അപ്പോൾ എന്നിൽ ഈ എനർജി ഉണ്ടെന്ന് എനിക്കറിയില്ല. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ വിവാഹം കഴിഞ്ഞു. ആദ്യത്തെ വിവാഹം ഭയങ്കര ട്രാജഡിയിലാണ് ആദ്യം വിവാഹം കഴിഞ്ഞത്. അച്ഛൻ മരിച്ചു. പിറ്റത്തെ വർഷം അമ്മേനെ ഉപേക്ഷിച്ച് ഞാൻ പരിവഴിയിൽ ഇറങ്ങുമ്പോൾ എനിക്ക് 16 വയസ്സാണ്. അമ്മയെ ഉപേക്ഷിച്ചിട്ട് അങ്ങനെ ചെറിയച്ചന്മാരെല്ലാവരും കൂടിയിട്ട് ആദ്യം വിവാഹം കഴിച്ചു. ആദ്യം വിവാഹം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ മോളെ പ്രസവിച്ചു. മോൾക്കൊരു 1.5 വയസ്സായപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു 100-200 മീറ്റർ അപ്പുറത്ത് ഡിസ്റ്റൻസിൽ എൻ്റെ മോള് അമ്മാവൻ്റെ വീടുണ്ട്, അതായത് ഹസ്ബൻഡിൻ്റെ അമ്മാവൻ്റെ വീട്. കുട്ടി അവിടെ ആയിരുന്നു. അപ്പോൾ സന്ധ്യ നേരത്തെ ഇങ്ങോട്ട് ഓടി വരുന്ന നേരത്ത് ഞാൻ വിചാരിച്ചു എൻ്റെ മോൾ ഓടി വരിക ഇരുട്ടത്തുനിന്ന്. ഞാൻ ഓടി വരുന്ന ചിലങ്കട ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഓടി അകത്തുനിന്ന് അടുക്കളയിൽ നിന്ന് ഓടി പുറത്ത് നിന്നപ്പോൾ ശബ്ദം നിറച്ചപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഉറക്കെ വിളിച്ചു വെച്ചു എന്തിനാ നീ ഇപ്പോൾ ഈ നേരത്തെ കുട്ടീനെ ഇറക്കി വിട്ടേക്കണ ഇരുട്ടത്ത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ വിളിച്ച് പറയണ്ട എന്താ എഴുത്തിയമ്മയ്ക്ക് കുട്ടിയല്ലേ ഇവിടെ ഇരിക്കണമെന്ന്. ഞാൻ വന്ന് നോക്കുമ്പോൾ ഈ ചിലങ്കട ശബ്ദം എൻ്റെ അടുത്ത് നിർത്തിയപ്പോൾ നിന്നു. അപ്പം ഞാൻ പേടിച്ചകത്ത് കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മോൾക്ക് 1.5 വയസ്സ്. അപ്പോൾ അവർ രണ്ടാളും 3.5 വയസ്സിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. മോൾക്ക് 3.5 കഴിഞ്ഞിട്ടാണ് ഞാൻ മോനെ പ്രസവിക്കണം. അപ്പം മോനെ പ്രസവിക്കാൻ പോകുന്ന നേരത്ത് വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. അതെങ്ങനെയാ വെച്ചാൽ എനിക്ക് അർദ്ധരാത്രി ഒരു 12 മണിയാകുമ്പോഴാണ് പ്രസവവേദന വരുന്നത്. ഈ പ്രസവവേദനയിൽ യാത്ര ചെയ്യണ നേരത്ത് ഓട്ടോറിക്ഷയില കൊണ്ടുപോകണത്. കാരണം അന്ന് വണ്ടി ഒന്നും കിട്ടാനില്ല. ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യണ നേരത്ത് ഈ പകുതി പൂങ്കുന്നം ഗേറ്റ് എത്തിയപ്പോൾ വണ്ടി മറിഞ്ഞപ്പോൾ എന്നെ താങ്ങിയെടുത്തത് അർദ്ധരാത്രിയിൽ ഒരു സ്ത്രീയാണ്. ഇരുട്ടത്ത് വന്ന് താങ്ങി. എവിടെ നിന്ന് കണ്ടു എന്നെന്ന് ആലോചിക്കണം. അർദ്ധരാത്രി പിറ്റേ ദിവസം നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയാണ്. അപ്പം അതിൻ്റെ തലേദിവസമാണ് എൻ്റെ മോനെ പ്രസവിക്കാൻ തലേൻ്റെ തലേദിവസമാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവിടെയും തോരണങ്ങളുണ്ട്. രാത്രി 2:30 പൂങ്കുന്നം ഗേറ്റ് എത്തിയപ്പോൾ. അപ്പം ഇവനെ എല്ലാവരും കൂടെ ഒരു മരിച്ചു വെച്ചിട്ട് ബോധം പോയിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് പോകുമ്പോൾ ഒരു കൈ വന്ന് താങ്ങി എന്നെ അവിടെ ഇരുത്തി തൊട്ടപ്പുറത്ത് പോയിട്ട് വെള്ളം വാങ്ങി തന്നു. അപ്പോൾ രൂപം എന്താ വെച്ചാൽ കുറേ മാലകൾ കഴുത്തിലുണ്ട്, ജട പിടിച്ചിട്ടുണ്ട്, കയ്യിൽ നിറയെ വളകളുണ്ട്, നരച്ച വസ്ത്രം, മുഷിഞ്ഞ വസ്ത്രമൊക്കെയാണ്. ജട പിടിച്ചൊരു സ്ത്രീ രൂപം. എവിടെ നിന്ന് വന്നു അർദ്ധരാത്രിക്ക് എനിക്കറിയില്ല. വെള്ളം വാങ്ങി തന്ന് കുടിച്ചുകൊണ്ട് പിന്നെ ഞാൻ ഇന്ന് വരെ അതിന് കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് മാത്രം ഒരു പോറലും ഇല്ല. ബാക്കി എല്ലാവർക്കും അവിടെ പൊട്ടി ഇവിടെ പൊട്ടി, ഒരുത്തിന് വലിയ മേജർ ഇത് വന്നു, ഇഞ്ചുറി വന്നു. പക്ഷെ എൻ്റെ മേലെ പൊട്ടി അതില്ല. ഡോക്ടർമാർ പോലും ഞെട്ടിപ്പോയി. എന്താ ഈ വണ്ടി പറഞ്ഞിട്ട് അതെന്നാണ്, ഓട്ടോ പറഞ്ഞിട്ട് എന്നാ വരും, ഓട്ടോ ഒന്നിനും പറ്റാണ്ടേ അമ്മാതിരിയുള്ള. കാരണം ഈ മറിഞ്ഞത് ഇവർ പിടിച്ചു നിർത്തിയത് ഈ ട്രെയിനിൻ്റെ പൂങ്കുന്നം ഗേറ്റ് എത്തുമ്പോൾ ട്രെയിനിൻ്റെ പാളികളുണ്ട്. മറ്റേ അത് എന്താ അതിന് പറയാ, ആ ട്രാക്കല്ല, ഗേറ്റ് അടച്ച കാരണം കൊണ്ട് ഗേറ്റിൽ പോയി ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി കസിൻ ചാടി പിടിച്ച് നിർത്തിയത്. അപ്പൊ അതിന്നുള്ള ആ പാത്തികളുണ്ടല്ലോ ഇടാനുള്ള ഈ ഇത്, അതിന്റെ മുകളിലാണ് പോയി വണ്ടി മറിഞ്ഞത്. എന്നിട്ടും ഒന്നും പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് മോൾക്ക് 19 വയസ്സായി. 19 വയസ്സായപ്പോൾ മോളെ കല്യാണത്തിന് 10 പൈസ ഇല്ല. കല്യാണം നിശ്ചയം കഴിഞ്ഞു. എല്ലാവരും കുറേശ്ശെ സഹായിച്ച പൈസയൊക്കെ വീട് മോടി കൂട്ടി. അല്ല, മലയാളിക്ക് ഒരു കുഴപ്പമുണ്ടല്ലോ, വീട് മോടിയൊക്കെ കൂട്ടി. അങ്ങനെയെല്ലാം കഴിഞ്ഞപ്പോൾ പൈസ ഇല്ല, എല്ലാം തീർന്നു. കല്യാണക്കൂടി അടിക്കാൻ പോലും പൈസ ഇല്ല. എല്ലാവരും മുമ്പിൽ നാണം കടക്കി വയ്യ. ഞാൻ എന്തായാലും ബസ്സിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യും. ഇതാണ് ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നത്. ഞാൻ അന്നുള്ളത് ചേലക്കര അപ്പുറത്ത് ചേലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം അവിടെ നിന്ന് വരുന്ന സമയത്ത് ബസ് ഓടുമ്പോൾ ചാടാം. പക്ഷെ ആ സമയത്ത് ഒരു ഒറ്റക്കില്ല. ഇത് മനസ്സിൽ ചിന്തിച്ച് വരുമ്പോൾ മോളെ കല്യാണം കഴിഞ്ഞ് പറഞ്ഞിട്ടാണ് വരുന്നത്. 12 ഉണ്ട് ഉച്ചയ്ക്ക്. അരമണി വാളും ചിലമ്പൊക്കെ ഇട്ട് ഇങ്ങനെ കില്ലിങ്ങനെ ശബ്ദം ഇങ്ങനെ കേട്ടു. ചുറ്റിക്കും എൻ്റെ ഹസ്ബൻഡും കേട്ടു. ഇങ്ങനെ ആകെ ചിലങ്ങ്.
അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ശബ്ദം കേട്ടോ? ഇപ്പം ഈ മേടത്തിലെ മുള കല്യാണം മേടത്തിൽ എവിടുന്ന ഈ ചലങ്കടയും അരമണിയുടെയും ഞാൻ വീട്ടിൽ പോയിട്ട് 11 രൂപ ആകെ അറിയണ അത് ഞാൻ പോയിട്ടുമില്ല. പക്ഷെ ആകെ അറിയണത് കൊടുങ്ങല്ലൂരമ്മേനെ മാത്രമേ ഉള്ളൂ. എനിക്കറിയില്ല, ദേവിമാരറിയില്ല. എടുത്ത് 11 രൂപ എടുത്ത് ഒഴിഞ്ഞു വെച്ചു. പക്ഷെ നാളെ കല്യാണമെങ്കിൽ ഇന്ന് എല്ലാം കറക്റ്റായിട്ട് എല്ലാം ഭംഗിയായിട്ട് നടന്നു. മുള കല്യാണം നടന്നു, ലോണും കിട്ടി, എല്ലാം നടന്നു. അപ്പം അവസാന നിമിഷത്തിൽ നമുക്ക് ഒരു ബ്ലെസ്സിങ് ഉണ്ടായി എന്നുള്ളതും പിന്നീടും അതും കഴിഞ്ഞ് മോളെ പ്രസവം കഴിഞ്ഞിട്ടാണ് 2013 ദർശന രൂപത്തിൽ എനിക്ക് കാണിക്കണത്. ഈ ദർശന രൂപം എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരുന്നു? അതായത് നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, ഞാൻ പറഞ്ഞില്ല എനിക്ക് ദേവീനൊന്നും അറിയില്ല, ഞാൻ ദേവിയുടെ അമ്പലം പോയിട്ടില്ല, ദേവീനെ തൊഴുതിട്ടില്ല, ദേവിയുടെ രൂപം അറിയില്ല, ഭാവം അറിയില്ല, പേരറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെയാണ് ദേവീനെ ആ നേരത്തെ എനിക്ക് ഒരു പുലർച്ചെ 3 മണിയായിട്ടുണ്ടാവും. 12, അതായത് 2013 ദുർഗാഷ്ടമി ദിവസമാണ് ദേവി എനിക്ക് ദർശനം തരുന്നത്. അതുവരെ എനിക്ക് ദേവി അറിയില്ല. ഒരൊറ്റ കണ്ണിങ്ങനെ അടച്ച് മയക്കത്തിലും അല്ല, ഉണർന്നിട്ടും അല്ല. ആ നേരത്തെ ഒരു ഇതാണ് എൻ്റെ രൂപം, നീ ഇതും ഇനി മുതൽ നീ ഇതാണ് പൂജിക്കേണ്ടതെന്ന് പറഞ്ഞു. ഒരൊറ്റ മിന്നായം കണ്ടു, ശരിക്ക് കണ്ടു. ആ നമ്മുടെ അകക്കണ്ണിൽ, അല്ലാതെ നമ്മുടെ കണ്ണിലേക്കൊന്നും അവരെ കാണാൻ പറ്റില്ല. അതായത് കാരണം ഇവരൊക്കെ കണ്ട നമ്മൾ കത്തിപ്പോവും. എൻ്റെ അകക്കണ്ണിലേക്കാണ് ശരിയായ രൂപം. പക്ഷേ എനിക്കത് എങ്ങനെ കണ്ടു വെച്ചാൽ കുറേ കാലങ്ങളായിട്ട് പുള്ളിക്കാരി എൻ്റെ കൂടെ ഉണ്ടായിട്ടും ഞാൻ തിരിച്ചറിഞ്ഞില്ല എന്നായപ്പോൾ ഇവളിത് ഞാൻ പിന്നാലെ നടന്നിട്ട് ഇവളെന്നെ കുറിച്ച് അറിയണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴായിരിക്കും ഈ രൂപം കണ്ടത്. ആ രൂപം കണ്ട ആ നിമിഷം മുതൽ ഞാൻ മാറി. അത് തലേദിവസം ചിക്കനാണ് കഴിച്ചേക്കണത്. എനിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. പിറ്റേ ദിവസം രാവിലെ പറഞ്ഞു ഇത് ഇനിയിവിടെ വേണ്ട എന്ന് എന്നെ പറഞ്ഞത്. അവിടുന്ന് മുതൽ ഞാനെന്ന വ്യക്തി മാറപ്പെടുകയാണ്. ധ്യാനത്തിൽ ഒന്നും ആരും പറഞ്ഞില്ല, ധ്യാനത്തിൽ പോയിരിക്കണു. അപ്പം ഞാൻ ചോദിച്ചു എനിക്കൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ദേവി പറഞ്ഞു നിനക്കെല്ലാതും അറിയാം. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കെന്താ അറിയാം. പക്ഷെ സത്യമായിരുന്നു ദേവി പറഞ്ഞില്ല. ഇപ്പം മോള് പറഞ്ഞില്ല സംഗീതത്തെ മുറുകെ പിടിക്കാൻ കാരണം ഉണ്ടായത് അത് എന്നിൽ കിടക്കണുണ്ടായിരിക്കാം. അല്ലാതെ സംഗീതം പഠിക്കാത്ത ഒരു സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അസാധ്യമായിട്ട് സാഹിത്യം എഴുതാൻ ചില വരികളെല്ലാം ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഗംഗ എന്ന പേര്, മലയാളത്തിൽ ഗംഗ എന്നുള്ള പേര് എനിക്ക് ഫേസ്ബുക്ക് പേജ് 2017 അതിൻ്റെ ശേഷമാണ് ഗംഗ സച്ചിയൊക്കെ ഉണ്ടായത്. അപ്പം അന്ന് മുതൽ ഞാൻ അസാധ്യമായിട്ട് സാഹിത്യം എഴുതും. അവിടെ അത് തിരിച്ചറിയാനാണ് എന്നെ യാത്ര അയച്ചത്. ആ യാത്രയിൽ ഞാൻ മനസ്സിലാക്കി എനിക്ക് പലതും ചെയ്യാൻ പറ്റും. ഒരാളെ ഹീൽ ചെയ്യാൻ പറ്റും, ഒരാളെ വാക്കിലും എനർജിയിലും അല്ലെങ്കിൽ നോട്ടത്തിലും. കാരണം അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചു. കുറേ കാലങ്ങൾ ആരോടും മിണ്ടണില്ല. 6 വർഷം ആരോടും സംസാരിക്കണില്ല. ഞാൻ ആ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇരുന്നിട്ട് എനിക്കെന്ത് ചെയ്യാൻ, അതായത് ഞാൻ ദൈവത്തോട് പറയുക എനിക്ക് വരം വേണം. മറ്റൊരാളെ ഹീല്, അതായത് മറ്റൊരാളെ കൺമഷൻ ദുരിതം എന്നെ കാണുമ്പോൾ മാറാനുള്ള വരം വേണം. ഇത് പറഞ്ഞിട്ടാണ് പോണത്. എൻ്റെ വാക്കിലൂടെ, എൻ്റെ നോക്കിലൂടെ, എൻ്റെ സ്പർശനത്തിലൂടെ മറ്റൊരാൾ ഹീലാവണം. പക്ഷെ അത് കുറേ ആൾക്കാർ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് 2019 കൊറോണ വരണ വരെ ഞാൻ ഫീസ് കഴിഞ്ഞിട്ടല്ല ചെയ്തിരുന്നത് ഇതൊന്നും. പക്ഷെ 2019 ശേഷം ഞാൻ സെലക്റ്റീവായി. കാരണം മിസ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ ഞാൻ എന്താണെന്നറിയാം, വിചാരിക്കും മോളെ രക്ഷപ്പെട്ടു പോകട്ടെ അങ്ങനെ വിചാരിക്കും. പക്ഷെ അതെനിക്ക് വലിയ പാരകളായി വന്നപ്പോൾ ഞാൻ സെലക്റ്റീവായി. ഞാൻ എന്നെ തന്നെ സെലക്റ്റീവാക്കാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്കിത് പുറം ലോകം അറിയണത് ഇഷ്ടമല്ല എന്ന് പറയണത് ചുമ്മാ തള്ളു പറയണതല്ല. എനിക്കിഷ്ടമല്ല. കാരണം ഒരുപാട് ആൾക്കാർ വന്ന് അവരൊക്കെ ഹീൽ ചെയ്ത്. കാരണം കേരളത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. അതെ, രാത്രി എല്ലാം കഴിഞ്ഞൊന്ന് ഉറങ്ങാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇത് അന്ധവിശ്വാസം ഞാൻ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ചില കമൻ്റൊക്കെ കണ്ടത് ഞാൻ എൻ്റെ വീഡിയോയുടെ ചൂട്ടിൽ. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രചരിപ്പിച്ചിട്ടാണോ ഇത്ര ആൾക്കാർ എന്നെ വിളിച്ചത്? അന്ധവിശ്വാസം ഞാൻ പ്രചരിപ്പിച്ചിട്ട് അല്ലല്ലോ ഇത്ര ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തത്. എന്തുകൊണ്ടായിരിക്കാം? അവർക്കത് ഞാൻ ചോദിക്കും നിങ്ങൾക്ക് ഇന്ന എനർജി ഫീൽ ചെയ്യാറുണ്ടോ? അപ്പം അവർ പറയുന്നുണ്ട്. അത് ഞാൻ ഉണ്ടാക്കി കൊടുത്തതല്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എല്ലാത്തിനും പരിഹാരത്തിനും ഇറങ്ങില്ല. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ അത് ബാധിക്കും. അത് എങ്ങനെയാണ്? ഒരാൾ എൻ്റെ മുമ്പിലിരിക്കുകയാണെങ്കിൽ ഞാൻ അയാളോട് പറയും നിങ്ങളുടെ ദേഹത്ത് ഇന്ന അസുഖങ്ങൾ ഇന്ന അടുത്തുണ്ട്. കാരണം ഞാൻ അവരെ സ്കാൻ ചെയ്യണ പോലെ സ്കാൻ ചെയ്യും. ഒരു ഇതും വേണ്ട, എനിക്ക് ഒരു എക്യുപ്മെന്റ്സും വേണ്ട. എൻ്റെ കണ്ണ് തന്നെയാണ് എക്യുപ്മെന്റ്സ്. അപ്പം അത് എൻ്റെ ബോഡിയിലാണ് കാണിക്കുക. അവൻ അവിടെ വേദന ഉണ്ടെങ്കിൽ എൻ്റെ നെഞ്ചു വേദന എടുക്കും. അവനവിടെ തലവേദന എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ തലവേദന എടുക്കും. എവിടെയൊക്കെ വയറ് സംഭരണമൊക്കെ വയറ് സംഭവിക്കും. അപ്പോൾ ഇത് എൻ്റെ മുമ്പിൽ ഇരുന്നാലേ കുഴപ്പമുള്ളൂ.
പക്ഷെ എനർജി ടാരോയിലേക്ക് എടുക്കുമ്പോഴും ഉണ്ടാവാറുണ്ട്. വളരെയധികം ഫീൽ. ഈ വിഷമകരമായിട്ടുള്ള ടാരോ ട്രീഡിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അല്ലേ ചില വളരെ. ഇപ്പൊ എനിക്ക് ആകെ അതേ ഉള്ളൂ. ഞാൻ പറയും കേരളത്തിലെ സർവ്വത്ര ആൾക്കാർ ഇപ്പൊ ടാരോ എന്നെ റീഡ് ചെയ്യാൻ വിളിക്കണത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണല്ലോ. കാരണം സെലക്റ്റീവ് ആയത് എങ്ങനെയാണെങ്കിൽ ഈ നെഗറ്റീവ് എനർജി ഉള്ള ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ ജോത്സ്യം ഒരു പർട്ടിക്കുലർ ടൈം വരെ ജോത്സ്യത്തിന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഞാനിത് ടാരോയിലല്ല കണ്ടുപിടിക്കണേ, എന്റെ എനർജി വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അത് കുറച്ചും കൂടെ സ്ട്രെയിൻ ആണ്. കാരണം ഈ ആൾക്ക് ഇന്ന പ്രശ്നം ഉണ്ട് എന്നുള്ളത് ഞാൻ ടാരോയിലത്തെ മീനിങ് വായിച്ചിട്ടല്ല പറയാ. ഇയാൾക്ക് ഇന്നതാണ് പ്രശ്നം എന്ന് എനിക്കത് നോക്കുമ്പോൾ അറിയാം. അത് ചിലപ്പോൾ മറ്റൊരാൾ കണ്ടെത്തിക്കൊള്ളുന്നില്ല. അതെന്റെ, ഞാൻ പറഞ്ഞില്ല, അതെന്റെ ഉപാസന ബലമാണ്, തപോബലം. 6 വർഷം ആരോടും മിണ്ടാതിരുന്നുണ്ടാക്കിയ തപസ്. അവിടെ ഞാൻ ആഗ്രഹങ്ങൾ പറയണില്ല. എനിക്ക് വീട് വേണം, ബംഗ്ലാവ് വേണം, കാറ് വേണം, ഒന്നും ഞാൻ പറയണില്ല. ഞാൻ ചോദിച്ച ഒരേ ഒരു വരാതാണ്, എന്നെ കാണുമ്പോൾ എൻ്റെ വാക്കിലൂടെ, എൻ്റെ സ്പർശനത്തിലൂടെ മറ്റൊരാൾ ഹീലാവണം. അതുപോലെ ഞാൻ ആരും തൊടാറില്ല. തൊട്ടാൽ അവ ഹീലാവും. ഞാൻ 6 മണിക്കൂറൊക്കെ ഞാൻ കിടന്നിട്ടുണ്ട് ബോധരഹിതയായിട്ട്. അത് കാരണം കൊണ്ട് ഞാൻ പരമാവധി ഞാൻ എല്ലാവർക്കും പരിഹാരം ചെയ്യാൻ ഞാനിപ്പോൾ പോകണില്ല. ഇപ്പൊ തന്നെ നല്ല തിരക്കാണ് എനിക്ക്, ഓൾറെഡി നല്ല തിരക്കാണ്. ആ തിരക്കിൽ പോലും ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ ഈ ആഗ്രഹത്തിന്റെ പുറത്താണ്, സംഗീതത്തിനോട്. ഞാൻ പറയാൻ നിൽക്കുന്നു, ആ തിരക്കിന്റെ ഇടയിലും സംഗീതത്തെ മുറുക്കി പിടിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞാൽ വലിയൊരു, അതെ, നമുക്കൊരു വലിയ മനസ്സമാധാനമാണ് അതല്ലേ സംഗീതം കൂടെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ. അല്ല മോളെ, മനസ്സമാധാനമല്ല, എൻ്റെ ആഗ്രഹങ്ങളുണ്ടല്ലോ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല അതാണ് ഞാനിപ്പോൾ ചെയ്യണത്. എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, അതിനുവേണ്ടി ഞാൻ ഇപ്പൊ ശ്രമിക്കണു. എനിക്ക് ഞങ്ങളിപ്പോ നോർത്തിലും സൗത്തിലായിട്ട് പറക്കാം, ഗുജറാത്ത് അതുപോലെ തന്നെ ആ ഭാഗത്തേക്ക്, അതായത് മഹാരാഷ്ട്രയിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടില്ല, അവിടുന്ന് ഇങ്ങോട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ പോയി. നോർത്ത്, സൗത്തില് തമിഴ്നാട് ഇനി പോവാത്തത് കുറച്ച് ഭാഗമേ ഉള്ളൂ. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും ഒരു പരിധി വരെ ദേവീക്ഷേത്രങ്ങളല്ലാതും. അതെൻ്റെ ആഗ്രഹമുള്ള യാത്രയാ. എനിക്ക് അവിടെ ഇരുന്നാൽ മതി, പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടല്ലോ, ഇന്ന എനർജിയിൽ എനിക്കൊന്ന് പോകണം എന്നുള്ളൊരു ആഗ്രഹം, അത് മാനുഷികമായിട്ടുള്ളത്. അങ്ങോട്ടുള്ള യാത്രയാ. സംഗീതം മനസമാധാനമോ അല്ലെങ്കിൽ ഒന്നുമല്ല, കേൾക്കണവർക്കുണ്ടാവും. കാരണം ഒരു കന്മഷനാശിനി എന്നുള്ളൊരു പാട്ട് ആ കേൾക്കുമ്പോൾ തന്നെ കണ്ണടച്ചിരുന്ന് കേട്ടാൽ അവന്റെ ദുഃഖം അവിടെ ഹീലായി. അങ്ങനെ ഒരു മിറക്കിൾ സംഭവിച്ചത് ബാംഗ്ലൂർ ഒരു ലേഡി എന്നെ യൂട്യൂബിൽ കണ്ടിട്ട്, ഇവര് നിത്യം എൻ്റെ ഫോട്ടോ DP കാണുക, എന്നും എൻ്റെ ഫോട്ടോ ആണ്, അവരാവശ്യങ്ങൾ പറയാം എൻ്റെ ഫോട്ടോ അല്ല. എന്നിട്ട് എനിക്കൊരു വോയിസ് കിട്ടു. ഒരു ദിവസം ടാരോ റീഡിങ് എടുത്തു അത് പിന്നീട്. പക്ഷെ ഇതൊന്നും ഞാൻ അറിയണില്ല. അവർ ഡെയിലി എൻ്റെ ഫോട്ടോ നോക്കിയിട്ട് എണീച്ചിട്ട് അമ്മ എന്നെ പോലൊക്കെ ഇത് ഇവർ എന്നോട് സംസാരിക്കുകയാണെന്ന് പറയണത്. പക്ഷെ ഇവർക്ക് മിറക്കിൾ സംഭവിച്ച എന്താ വെച്ചാൽ, ഇവരാഗ്രഹിച്ച, ഇവരെന്നോട് പറഞ്ഞ ആവശ്യങ്ങളെല്ലാം നടന്നു, ആ എനർജിയിൽ നടന്നു. അത് കഴിഞ്ഞിട്ട് ഇവരെന്നെ പരിഹാരത്തിന് വിളിച്ചത് ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പം ഞാൻ ഈ പാട്ടിലേക്ക് പോണാട്ടി മുന്നേ ഇവർ എന്താണ് അവരാഗ്രഹിക്കണത്, അവരുടെ സങ്കടങ്ങൾ, അവരുടെ വിഷമങ്ങൾ, ഇതെല്ലാം എൻ്റെ എനർജിയിൽ, എൻ്റെ ഇതിൽ നോക്കിയിട്ടാണ് ഇവർ തീർക്കണത്. അങ്ങനെ കുറേ പേരുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കും, ദേവി അതല്ലേ ഞാൻ ചോദിച്ച വരം. ഞാൻ ചോദിച്ച വരം അതന്നെയാണ്, എന്നെ കാണണ്ട. അവര് ആ വിശ്വാസത്തിന്റെ മുകളിൽ ഒരു എനർജി, ഞാൻ പറയണത് നമ്മുടെ സംഗീതത്തിലൂടെ അത് കിട്ടുമ്പോൾ അത്, അതെ, ഇതെന്താണെങ്കിൽ ഒരാൾക്ക് വിശ്വസിക്കുമ്പോൾ ഗംഗാമയ്ക്ക് ഇത് ചെയ്യാൻ കഴിയും എന്ന് അവർ 100% വിശ്വസിക്കുകയാണ്. ഈ 100% വിശ്വസിക്കുമ്പോൾ അവർക്ക് നടക്കണുണ്ട്. അവിടെ മിറക്കൾ എന്തായിരിക്കും ഞാൻ അറിഞ്ഞിട്ടില്ല. അവരത് പ്രാർത്ഥിക്കണത് ഞാൻ അറിയണില്ല, അവരത് ചിന്തിക്കണത് ഞാൻ അറിയണില്ല. പക്ഷെ എൻ്റെ എനർജിയുടെ പാസിങ് നടന്നിട്ടുണ്ടായിരിക്കും. ഞാൻ ഇവിടുന്ന് ആദ്യം പോയി ഇറങ്ങിയത് പറഞ്ഞില്ലേ, തൃച്ചെന്തൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് ആയിരുന്നില്ല പറഞ്ഞത്. ഞാൻ അറിയാതെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയിട്ട് വരി നിൽക്കുക. പക്ഷെ 20 ക്ഷേത്രം അടയ്ക്കാൻ 11 മണിയായി. 11:20 ക്ഷേത്രം അടയ്ക്കും. ഈ 11:20 11 മണിക്കാണ് പറയണത് നിനക്ക് ഇവിടെ അല്ല പോകേണ്ടത് എന്നുള്ളത്. ഞാൻ പിന്നെ 20 മിനിറ്റ് കൊണ്ട് ഞാൻ ഓടിയിട്ട് ഓരോ ക്ഷേത്രത്തിന്റെ മുമ്പിൽ പോയി നിൽക്കുക. അപ്പോഴൊക്കെ പറയും അല്ല അല്ല അല്ല, ഇനി എവിടേക്കാ പോവാന്നറിയാതെ ഇവരെ കയ്യും പിടിച്ച് ഓടുകയാണ്. അങ്ങനെ കടൽക്കരയിലുള്ള ഒരു ശിവക്ഷേത്രം ഉണ്ട്, ഈ സുബ്രഹ്മണ്യൻ പ്രതിഷ്ഠിച്ചു എന്ന് പറയണേ ഒരു ശിവക്ഷേത്രം ഉണ്ട് അവിടെ. അവിടെ ആരും ചെല്ലണ സ്ഥലമല്ല, സൈലൻ്റായ ഭയങ്കര എനർജി പവർഫുള്ളായ സ്ഥലം. അവിടെ പോയിട്ട് ഞാൻ ധ്യാനത്തിലിരിക്കുകയാണ്. അവിടേക്കാണ് എന്നോട് പോയത്. പിന്നെ രണ്ടാമത് പറഞ്ഞത് എൻ്റെ സ്വാധിഷ്ഠാന ചക്രമാണ് നമ്മൾ അവിടെ പോയത് എൻ്റെ എനർജിയിൽ. മൂന്നാമത് ശബരിപീഠാണ് പോകാൻ പറഞ്ഞത്, ശബരിമല, മണിപ്പൂർ ചക്രം. അവിടെയും ശിവനാണ്. അവിടെ ശബരിപീഠത്തിൽ ശബരിയല്ല, ശരിക്കും ശിവനാണ്. അവിടെ ശിവശക്തി ഉണ്ട്. അത് എനർജി അറിയുന്നവർക്ക് അറിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ പോകാൻ പറഞ്ഞത് ഋഷിയേശാണ്, അനാഹതം ഋഷിയേശ്. അത് കഴിഞ്ഞിട്ട് കേദാർനാഥാണ്.
പിന്നെ കാശിയാണ്. ഇങ്ങനെ ശിവക്ഷേത്രത്തിലേക്ക് മാത്രമാണ് എന്നെ അയച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ആദിയോഗി ശങ്കര എന്നുള്ള ഈ പാട്ടുണ്ടാക്കിയത്. അതൊരൊറ്റ ആദ്യത്തെ 4 വരി എഴുതി വെച്ചിട്ട് ഏതോ 8-9 വർഷം 10 വർഷമായി 4 വരി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഉത്രാളിക്കാവിൽ നമ്മുടെ ഈ അതിൽ കാസറ്റിന് വേണ്ടിയിട്ട്, അന്നൊക്കെ CD അല്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ അന്ന് 4 വരി എഴുതി വെച്ചിട്ട് പിന്നെ ഞാനത് തൊട്ട് നോക്കിയിട്ടില്ല, ഇത് എവിടെയോ കളഞ്ഞു പോയി. പക്ഷെ അതെൻ്റെ ബാക്കി ഞാൻ പറഞ്ഞു, ബാക്കി പാട്ട് വന്നിട്ടുണ്ട്, എനിക്ക് അത് എടുത്തരണം പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് ആളെടുത്ത് തന്നപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അങ്ങനെയാണ് അതത് മധുവിലേക്ക് എത്തുന്നത്. അപ്പം മധു എന്നെ, ഞാനത് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, കാരണം അത് നമുക്ക് അതിനാപ്റ്റായ ആൾ വരും, ഞാൻ ഇനി അത് തിരക്ക് കൂട്ടണില്ല. കാരണം മറ്റൊരു സ്റ്റുഡിയോയിൽ ഈ പാട്ട് 3 മാസമായിട്ട് അവരെ മേശപ്പുറത്തിരിക്കുക. അപ്പോൾ അവരതിന് അത്ര വലിയ ഇത് കൊടുത്തില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് അവർ ചെയ്യേണ്ടതല്ല, ഇത് വേറൊരു തലത്തിലേക്ക് പോകേണ്ടതാണ്. അതങ്ങനെ തന്നെ പോട്ടെ, അവിടെ നമ്മൾ പൈസയുടെ ഇത് നോക്കേണ്ട കാര്യമില്ല, അതങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ ഒരവസ്ഥയിലേക്ക് എനിക്കത് എത്താൻ പറ്റിയത്. അപ്പം അത് എൻ്റെ ഡെഡിക്കേഷനും ഉണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡെഡിക്കേഷൻ ഉണ്ട്, അതിൽ നമ്മുടെ ജഗൻ്റെ ഡെഡിക്കേഷൻ ഉണ്ട്. കാരണം ജഗൻ ഒരുപാട് തിരക്കുള്ള ആളായിട്ട് പോലും എനിക്ക് വേണ്ടി ഇന്ന്, അതുപോലെ നമ്മളുടെ കൂടെ വന്നേക്കുന്നത് ജഗൻ്റെ ഫ്രണ്ട്, പേര് എന്താ, ഷിഹാബ് എന്തോ അങ്ങനെയാ തോന്നുന്നുണ്ട് കൂട്ടരുടെ പേര്, ഞാനത് മറന്നുപോയി. അങ്ങനെ അവരെല്ലാരും കൂടിയിട്ടാണ് ഞാനിന്ന് ഇങ്ങോട്ട് വന്നത്, ഈ സ്റ്റോറിൽ ഈ ഫ്ലോറിലും വന്നിരിക്കാൻ. അതുകൊണ്ട് മീനുവിനെ പരിചയപ്പെടുത്തിയതൊന്നും എനിക്ക് ജഗനാണ്. അതെ അതെ അതെ, എനിക്ക് ഗംഗമ്മേനെ പരിചയപ്പെടുത്തി തരണം, എല്ലാം ഒരു നിമിത്തമായിരിക്കും. അതെ, നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ ചിലവർ പറയുമല്ലോ, അത് എന്താ പറയാ, അർഹതപ്പെട്ടവർക്ക് അല്ലാത്തവർ ചെയ്ത് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണെന്നൊക്കെ ഉള്ളത്. എന്താണ് ശരിക്കും മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ശരിക്കും പറഞ്ഞ് ഞാൻ പറയാറുണ്ട്, എനിക്ക് അർഹതപ്പെട്ടത് എനിക്ക് നേടണം, ഇതാണ് മാനിഫെസ്റ്റേഷൻ. എന്താണോ എനിക്ക് അർഹതപ്പെട്ടത് അതന്നെ ഞാൻ എല്ലാ ടാരോ റീഡിങ് ചെയ്യുമ്പോൾ അവരോടും പറയുക, നിനക്ക് അർഹതപ്പെട്ടത് നിനക്ക് നേടാൻ നീ പ്രപഞ്ചത്തിനോട് യാചിക്കുക. ലോട്ടറി അടിക്കണം എന്നുള്ളത് അർഹതയാണോ? അല്ല. ലോട്ടറി അടിക്കുക എന്നുള്ളത് കുറേ ആൾക്കാരെ പൈസ എനിക്ക് കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചില ആൾക്കാർ ഗംഗാമേ ഞാൻ ലോട്ടറി നമ്പർ പറഞ്ഞു തരുമെന്ന് വെച്ചിട്ട് മെസ്സേജ് ഇടും, ഓടിക്കോളാൻ പറയും. ഞാനും ലോട്ടറിയുടെ നമ്പർ പറഞ്ഞു കൊടുക്കുമോന്ന് അവർക്ക് ലോട്ടറി എടുക്കാൻ. ഇത്തരം കാര്യങ്ങളായിട്ട് എൻ്റെ അടുത്ത് വരെ ഓടാൻ പറയും ഞാനപ്പോൾ. കാരണം അർഹതയുണ്ടോ? കാരണം ഞാൻ അധ്വാനിക്കാത്തത് തന്നെ എനിക്ക് അർഹതയില്ല. ഞാൻ അധ്വാനിച്ച് നേടുന്നതാണ്, അതാണ് മാനിഫെസ്റ്റേഷൻ. എനിക്ക് എന്ത് നേടാൻ കഴിയും അതെനിക്ക് തരൂ, എന്താവാം. എനിക്ക് ഊർജം തരൂ. അത് മറ്റൊരാൾക്ക് ബ്ലെസ്സിങ് കൊടുക്കാനാണെങ്കിൽ അങ്ങനെ, അവൻ ഹീലാവാനാണെങ്കിൽ അങ്ങനെ, അതെനിക്ക് തരൂ എന്നാ പറഞ്ഞത്. അതന്നെ മാനിഫെസ്റ്റേഷൻ. അത് കൃത്യമായിട്ട് ചെയ്യണ ഒരാള് സക്സസിലേക്ക് പോയിരിക്കും. അമ്മ, പിന്നെ ഈ മ്യൂസിക് നമ്മുടെ ബ്രെയിൻ സ്ട്രക്ചറെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം വിഷമിച്ചിരിക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ പലർക്കും അത് ഭയങ്കര ആശ്വാസമാണ്, പ്രത്യേകിച്ച് സിനിമാ പാട്ടുകൾ. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ അമ്മയ്ക്ക് ആരെങ്കിലും വന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ? അല്ല, എനിക്കങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ചില രാഗങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ, ഇപ്പം ഈ ഹിന്ദുസ്ഥാനി നല്ല രീതിയിൽ അതിൻ്റെ ഗസലുകൾ, അതുപോലെ തന്നെ മനസ്സിന് നല്ല ശാന്തി സമാധാനം തരുന്ന ചില രാഗങ്ങൾ നമ്മുടെ മലയാളത്തിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. മലയാളം എന്നല്ല, കർണാട്ടിക്കിലുണ്ട്, ഹിന്ദുസ്ഥാനിയിലുണ്ട്, ഗസൽസ് ഒക്കെ. അതുപോലെ പഹാഡി രാഗമൊക്കെ പഹാഡിയൊക്കെ കണ്ണടച്ചിട്ട് ഇരുന്ന് കേൾക്കാൻ പറ്റിയ പാട്ടാണ്. അതുപോലെ ജോൺസൺ മാഷയുടെ, രവീന്ദ്ര മാഷയുടെ ഒക്കെ പാട്ടൊന്ന് കണ്ണടച്ചിട്ട് ഇരുന്ന് കേൾക്കുമ്പോൾ അത് വേറെ ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അപ്പം ആ സങ്കടമൊക്കെ അവിടെ ഹീലാവാന്നേ ഉള്ളൂ. പിന്നെ ഓംകാരം കേൾക്കുക, ഓം എന്നൊക്കെ ചില ഒരു ബ്രീത്ത് പോലെ തന്നെ ഓം കേട്ടാൽ വളരെ റിലാക്സ് ആവുക. രാവിലെ മോർണിംഗ് ടൈം എപ്പോഴും സരസ്വതി യാമത്തിലാണ്, എപ്പോഴും ബ്രഹ്മമുഹൂർത്തത്തിലാണ് എപ്പോഴും നല്ലത് ഇതെല്ലാം. കാരണം നമുക്ക് ആ ഒരു സമയമാണ് നമുക്ക് ശാന്തമായ പ്രകൃതി. ആ സമയത്ത് ഓംകാരം കേട്ടാൽ തന്നെ ഒരാൾക്ക് റിലീസ്. രാവിലെ 3 മണിക്കുണ്ടല്ലേ, 3-ന്റെ 5-ന്റെ ഇടയിൽ, 3 to 5 ഇതിലൊരു 20 മിനിറ്റ് ഡെയിലി കേട്ടാൽ മതി. എത്ര സ്ട്രെസ് ആണെങ്കിൽ പോലും, എന്തിനും ബ്ലഡ് സർക്കുലേഷൻ പോലും കൃത്യമായിട്ട് അയാളിലേക്ക് വരാൻ തുടങ്ങും. വെറുതെ ജസ്റ്റ് ആ സമയത്ത് മെഡിറ്റേറ്റ് ചെയ്താലും നമ്മൾ ജേണൽ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ എന്തും നമ്മളവിടെ ജേണൽ എഴുതൊന്നും വേണ്ടത്, സബ് കോൺഷ്യസ് മൈൻഡിൽ എഴുതി വെച്ചാൽ മതി. എന്തെനിക്ക് നേടണം, എനിക്ക് നാളെ 2000 രൂപ വേണമെങ്കിൽ ഇന്ന് അത് ഫീഡ് ചെയ്ത് വെക്കുക. എനിക്ക് നാളെ 5000 രൂപ വേണം, ഫീഡ് ചെയ്ത് വെക്കണം. അപ്പം 2000 കിട്ടും. നമ്മൾ ചോദിക്കണത് 5000 ആണെങ്കിൽ അവിടെ ഫീഡ് ചെയ്ത് വെക്കേണ്ടത് അവിടെ 10,000 ഫീഡ് ചെയ്ത് വെക്കണം. അപ്പോഴേ 5000 കിട്ടുള്ളൂ. നമ്മൾക്ക് 12,000 ദേവതകൾ, 33 കോടി ദേവഗണങ്ങളില്ല, ഞാനില്ല എന്ന് തന്നെ പറയും. പക്ഷെ എനർജി
33 ഇൻറ്റു കോടിയാണ്, 33 ഇൻറ്റു 3 ഇങ്ങനെയാണ്. അപ്പം നമുക്ക് പരിമിതമായ എനർജി ഉള്ളൂ. ഈ പരിമിതമായ എനർജിയിൽ ഏറ്റവും പ്യൂരിഫൈ എനർജി സ്ത്രീ പുരുഷ എനർജിയാണ്. അതാണ് പ്രകൃതി. ഈ പ്രകൃതി സ്ത്രീയും പുരുഷനും ചേരുമ്പോൾ തന്നെയുള്ളൂ. ഇപ്പോഴത്തെ പിള്ളേരുടെ ആറ്റിറ്റ്യൂഡല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം അവർക്ക് വാഹമേ വേണ്ട. കാരണം അത് അവർ സ്വാതന്ത്ര്യം വെച്ച് ഫ്രീ ബേർഡ് ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർ പുരുഷൻ അവരെ കൺട്രോളിൽ നിർത്തും. ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ ഇതിനെങ്ങനെ അഴിച്ചു വിടില്ലല്ലോ. പെൺകുട്ടികൾക്ക് രാത്രി പോകണം ഏതെങ്കിലും തട്ടുകടയിൽ. ഇപ്പോഴത്തെ കുട്ടികളെ ആറ്റിറ്റ്യൂഡാണ് ഞാൻ പറയണത്. അവരെ ഞാൻ കുറ്റം പറയില്ല. കാരണം അവർ വളർന്ന സാഹചര്യം അങ്ങനെയാണ്. അച്ഛനും അമ്മയും ഇവരെങ്ങനെ വളർത്തുക? എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, എൻ്റെ മക്കൾ ഇത് നന്നായി കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ഇവരെ ഫ്രീ ബേർഡാക്കും. പക്ഷെ ഇവരെന്താണെന്നറിയും, എനിക്ക് കഷ്ടതയാണെടോ. നേരം വിളിച്ചാകുമ്പോഴത്തേനും മെസ്സേജ് ഇടും ഫ്രണ്ടിന്, എടാ എനിക്ക് ഇന്ന് ആകെ കടാണ്, അല്ലെങ്കിൽ എനിക്കിന്ന് നിന്ന് നെഗറ്റീവ് തോട്ട്സ് ആണ്, എനിക്കിന്ന് പ്രശ്നമാടാ, ഞാനിതിന്ന് എങ്ങനെ ഊരും, അതാണ് അടുത്ത ചോദ്യം. പക്ഷെ അവൻ അത് തലേദിവസം വീട് വെച്ചാൽ മതി, എനിക്ക് പ്രശ്നമില്ല, നാളത്തെ ആ പ്രശ്നത്തിന് എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതെ, പറ്റുമെന്ന് ഫീഡ് ചെയ്ത് വെച്ചാൽ അവന് പ്രശ്നം അവിടെ സോൾവ് ആയി. കാരണം ഞാൻ എന്നെ അത് പരീക്ഷിച്ചുള്ള ഒരാളാണ്. എനിക്ക് നാളെ 3000 രൂപ വേണം, 5000 രൂപ വേണം. അപ്പം ഞാൻ ദൈവോട് പറയാമേ, എനിക്ക് നാളെ 3000 രൂപ വേണം, 2000 എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഇത്ര ചോദിക്കണം, 3000 ചോദിക്കണുള്ളൂ, എന്താ വഴിക്ക് അവരുടെ മുമ്പിൽ നാണം കെടാൻ വയ്യാട്ടോ, ഇതാ ഞാൻ പറയുക. അപ്പം ഞാൻ നേരെ വിളിച്ചാകുമ്പോൾ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ 3000 രൂപ വന്നിട്ടുണ്ടാവും. ഞാൻ ചോദിച്ചു 3000 ആണ് വന്നിട്ടുണ്ടാവും. അത് എങ്ങനെ വെച്ചാൽ ഞാൻ അന്നൊക്കെ യന്ത്രത്തിന് വാങ്ങിയിരുന്ന ഫീ ആണ്, ഇന്ന് യന്ത്രത്തിന് അതൊന്നുമല്ല, അതിൻ്റെ ഡബിളാണ് ഇന്ന്. അപ്പം ആ 3000 എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, തലേദിവസം പറഞ്ഞു നാളെ എനിക്കത് വേണം. ഇപ്പോൾ ഒരു സൂര്യൻ എവിടെയാണ് കറങ്ങണത്, ഭൂമി എവിടെയാണ് കറങ്ങണത്, സ്വയം അച്ചുതുണ്ടല്ലോ, ഭൂമിക്ക് അവിടെ നിന്നാൽ പോരെ, എന്തിനാ കറങ്ങണത്? ഇതേപോലെ തന്നെ സൂര്യൻ അവിടെ നിന്നാൽ പോരെ, എന്തിനെ കൊണ്ട് രാത്രി പകലാവണു? ഈ മറ്റേ നക്ഷത്രങ്ങളും ഈ എന്താ പറയുക ഗ്രഹങ്ങളൊക്കെ എന്തിനു വലയം വെക്കുന്നു? ഇതേപോലെ ഞാനൊരു വലയം വെച്ച് വന്നപ്പോഴാണ് എൻ്റെ എനർജി ഈക്വലായി നിൽക്കുക, ചക്രങ്ങളിലൂടെ ഈക്വലായി നിന്നിട്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഞാൻ തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. മലയാള ഗാനങ്ങളൊക്കെ ഏതൊക്കെയാ? മലയാള സിനിമാ ഗാനങ്ങൾ അമ്മ വീട്ടിൽ വല്ലതും അങ്ങനെ പിള്ളേരൊക്കെ മൂളിപ്പാട്ടായിട്ടൊക്കെ പാടാറുണ്ടോ? മൂളിപ്പാട്ടൊക്കെ ആയിട്ട് ഞാൻ പാടും. അതിപ്പോഴത്തെ പിള്ളേരെ പാട്ടും പാടും, പഴയ പാട്ടും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് രവീന്ദ്ര മാഷയുടെ പാട്ടാണ്. അത് അസാധ്യ സംഭവങ്ങളാണ്. അതിലേറ്റവും കൂടുതൽ ഞാൻ കേൾക്കുക, ഞാൻ ഏറ്റവും കൂടുതൽ വെച്ച് കേട്ടുള്ളത് കണ്ടു ഞാൻ മിഴികളിൽ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. പിന്നെ ദേവസഭാതലം, അതിന്റെ ലാസ്റ്റ്, അത് എപ്പോഴും എനിക്ക് ദേവസഭാതലം ഇന്ന് 10 വട്ടം വെച്ചെന്നാലും ഞാൻ കേൾക്കും, എനിക്ക് അത്ര ഇഷ്ടമാണ്. പിന്നെ മറ്റേ ജോൺസൺ മാസ്റ്ററുടെ ഞാൻ ഗന്ധർവലത്തെ പാട്ട്, അതുപോലെ തന്നെ ജോൺസൺ മാസ്റ്ററുടെ വേറൊരു പാട്ടുണ്ടായിരുന്നു, അതെൻ്റെ ഇപ്പോൾ ഇതിൽ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഞാൻ മൂളിപ്പാട്ട് പാടുമ്പോൾ പാടുന്ന പാട്ടാണ്. എൻ്റെ പാത്ത് എന്നുള്ളത് വേറൊരു തലത്തിലേക്ക് പോണ ഒരാളാണ് ഞാൻ. അല്ലാതെ എൻ്റെ പാത്ത് തിരഞ്ഞിട്ട് ആ വഴി കൂടെ ഒന്നും ഞാൻ പോയില്ല. കമ്പോസിങ്ങോ അല്ലെങ്കിൽ ലിറിക്ക് എഴുതലൊന്നും അല്ല എൻ്റെ പാത്ത്. 100 ആൾക്കാരെ ഹീൽ ചെയ്യാൻ ഒരാൾക്ക് പറ്റിയെന്ന് വരില്ല. 100 ആൾക്ക് ചിലപ്പോൾ ലിറിക്ക് എഴുതാനും സംഗീതം കൊടുക്കാനും ഇഷ്ടംപോലെ പഠിച്ച ആൾക്കാരുണ്ട്, സംഗീതം പഠിച്ചവരുണ്ട്. അതുപോലെ തന്നെ MA മലയാളം വിദ്യാർത്ഥികൾ ഇഷ്ടംപോലെ പഠിച്ചിറങ്ങണ കാലഘട്ടമാണ്. പക്ഷേ ഒരാളെ ഹീൽ ചെയ്യുക എന്നുള്ളത് അപൂർവം 1000 പേരിൽ നിന്ന് ഒരാൾക്ക് കിട്ടണത് ഒരു എനർജിയാണ്. എൻ്റെ എനർജിയിലിരിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. അവിടെ ഞാൻ പറഞ്ഞില്ല, അവിടെ ഞാൻ സെലക്റ്റീവാണ്. സെലക്ട് ചെയ്തിട്ട് തന്നെ ഞാനത് ചെയ്യുള്ളൂ. അല്ലാതെ എല്ലാവർക്കും പ്രശ്നമാണെങ്കിൽ എല്ലാവരും പ്രശ്നം തീർക്കുക എന്നുള്ളത് ഗംഗാമ്മയുടെ ഒരു പോളിസി അല്ല. അത് എനിക്ക് തോന്നണം, ഞാൻ നിർദ്ദേശിക്കും. ആ ആൾക്ക് ഞാൻ അർഹതപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നണം, അവരെ ഞാൻ ഹീൽ ചെയ്യാൻ പോകാറുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. ഇത് പറഞ്ഞു ഒരുപാട് സമയം നമ്മൾ സംസാരിച്ചു കാട് കയറിപ്പോയി. അതെ, 2 ആള് സംസാര പ്രിയരാണെങ്കിൽ അങ്ങനെയാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഞാൻ ഇങ്ങനെ സംസാരിക്കണ പോലെ ഒന്നും സംസാരിക്കില്ല. പക്ഷെ എന്നോട് ഇങ്ങോട്ട് ഇടപഴകണ ആരാണ്, എങ്ങനെയാണ് അവർ ഊർജ്ജം എനിക്ക് ആപ്റ്റായ ഊർജ്ജം. ഇപ്പം മോളും ഞാനും ഇത്ര ഫ്രണ്ട്ലിയായിട്ട് ഒരുപാട് വർഷങ്ങൾ കണ്ട പരിചയമല്ല സംസാരിച്ചത്, നമ്മൾ ഇന്നലെ രാത്രിയെ പരിചയപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെയാണ്. കാരണം എനിക്ക് സന്തോഷത്തിൽ എന്നോട് ഇങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നു അത് ഗംഗാമ്മ തിരിച്ച് അങ്ങോട്ട് കൊടുക്കും. ഇങ്ങോട്ട് വലിയ വെയിറ്റ് ഇട്ടിട്ടാണ് മറ്റു ജാട കാട്ടിയിട്ടാണെങ്കിൽ അതേപോലെ ഗംഗാമ്മ അങ്ങോട്ട് പെരുമാറുള്ളൂ. കാരണം ഇങ്ങോട്ട് എന്താ കിട്ടണം അതന്നെ അങ്ങോട്ട് കൊടുക്കും. അത്രേ ഉള്ളൂ. കാരണം അല്ല മോളെ, നമ്മൾ അറിഞ്ഞിട്ട്, അതായത് എന്താണ് നമ്മളെ എന്ന് അറിഞ്ഞിട്ട് വരുന്ന ആൾക്കാരെ സ്വീകരിക്കുക. അല്ലാത്തവർക്ക് അത് അർഹതയില്ലേ, മോള് നേരത്തെ ചോദിച്ചില്ലേ, അർഹതയില്ലാത്തവർ മാറ്റി നിർത്തുക, അർഹത ഉള്ളവർക്ക് നമ്മൾ കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. ദേവി പറഞ്ഞൊരു വാക്കുണ്ട്, അത് വളരെ കെയർഫുൾ വാക്കും, അത് ഭയങ്കര ചിന്തിക്കേണ്ടതാണ്. കാരണം എല്ലാവരും ശത്രു അല്ല.
എല്ലാവരും മിത്രമല്ല. ഇത്രയേ ഉള്ളൂ. എൻ്റെ ലൈഫിൽ അത് തന്നെയുള്ളൂ. അപ്പം നന്ദി, നമസ്തേ. എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷം.